Good morning everyone. Welcome to Attendant Malayalam channel. This is Rintu Sebastian and welcome to the Hindu editorial analysis of 22nd October 2022. നമസ്കാരം, എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നോ? നമുക്കിന്ന് ഇന്നത്തെ ആർട്ടിക്കിൾ ഏതാണ് വന്നിരിക്കുന്നത് നോക്കാം. അതുപോലെ തന്നെ ആർട്ടിക്കിളിലെ വൊക്കാബുലറി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ലെറ്റ്സ് റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നമുക്കിന്ന് കാര്യങ്ങളോട് നടക്കുക. ഇന്ന് ഡിഗ്രി പ്രിലിംസിൻ്റെ എക്സാം ഒക്കെ ആണല്ലേ. അപ്പോൾ നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് എക്സാമിന് വേണ്ടി പോയിട്ടുണ്ടാവും. അതിനിടയ്ക്ക് ഈ സെഷൻ കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആയിട്ടോ, അടിപൊളിയായിട്ട് പോയി എക്സാം എഴുതുക. നമ്മൾ ഇത്ര കാലം എന്താ പറയുക പ്രിപ്പയർ ചെയ്തതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് അല്ലേ. അത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഇത്ര വരെ പ്രിപ്പയർ ചെയ്തൊരു കാര്യം നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് നമ്മൾ ആ പ്രിപ്പറേഷൻ്റെ ഒരു റിസൾട്ട് നിങ്ങളത് ആ ഒരു വെഞ്ചർ ഏറ്റെടുക്കാൻ വേണ്ടി പോവാണ്. സോ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് അടിപൊളിയായിട്ട് പോയി ചെയ്തിട്ട് വരിക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Our editorial with our quote, നമ്മുടെ quote ഇന്നതാണ്: whatever you think the world is withholding from you, you are withholding from the world. പലപ്പോഴും നമ്മൾ ചിന്തിക്കും അല്ലേ, എന്താണോ എനിക്ക് മാത്രം ഇങ്ങനെ ഈ എന്തൊക്കെയോ എന്നിൽ നിന്ന് എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, എന്നിൽ എനിക്ക് എന്തൊക്കെയോ തടസ്സങ്ങളാണ് എൻ്റെ ലൈഫിൽ മുമ്പിൽ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കുക, ആ തടസ്സങ്ങൾ ചില കാര്യങ്ങൾ നമ്മൾ തടസ്സപ്പെട്ട് നിൽക്കുന്നതല്ല, നമ്മൾ നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് അങ്ങോട്ട് പോകാൻ റെഡി ആവാത്തത് കൊണ്ടാണ് ഈ തടസ്സങ്ങളൊക്കെ വരുന്നത്. എപ്പോഴും എങ്ങനെയാണെന്നറിയോ, നമ്മൾ റെഡിയാണോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ജസ്റ്റ് തിങ്ക് അബൌട്ട് അവർ സെൽഫ്. നമ്മളോട് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക, ഞാൻ റെഡിയാണോ? ഇഫ് ഐ എം റെഡി ടു ബ്രേക്ക് മൈ ഷെൽ, എൻ്റെ ഷെല്ല് ബ്രേക്ക് ചെയ്തിട്ട് എൻ്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് ഇറങ്ങി ചെന്ന് ചെയ്യാൻ ഞാൻ റെഡിയാണോ എങ്കിൽ ഇറ്റ്സ് ഓക്കെ. സോ വേൾഡ് നമ്മളിൽ നിന്ന് വിതോൾഡ് ചെയ്യുന്നതല്ല, യു ആർ വിതോൾഡിങ് ഫ്രം ദ വേൾഡ് ആണ്. സോ അതൊന്ന് ആ ഒരു പെർസ്പെക്റ്റീവ് ഒന്ന് ചിന്തിച്ച് നോക്കാം. ഇന്ന് അതായിരിക്കട്ടെ നമ്മുടെ തോട്ട്. ലെറ്റ് സ്റ്റാർട്ട്. നമ്മുടെ Attendant ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഡെയിലി ക്വിസസ് ഉണ്ട് ബേസ്ഡ് ഓൺ സബ്ജക്റ്റ്, അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ എക്സാം. അപ്പോൾ പഠിക്കുക, അതുപോലെ തന്നെ പരമാവധി ക്വസ്റ്റൻസുമായിട്ട് ഫെമിലിയർ ആയിരിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, ഫ്രീ ആയിട്ടുള്ള ആണ്. അതുപോലെ ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ ബുള്ളറ്റിൻ പോയിൻറ്റ്സ് കിട്ടും. അതുപോലെ തന്നെ ജോബ് അലേർട്ട്സും നോട്ടിഫിക്കേഷൻസും ഒക്കെ കിട്ടും. ഒന്നും മിസ് ഔട്ട് ആവാതിരിക്കുക. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ Attendant മലയാളം ചാനൽ, നമുക്ക് SSCയുടെ ക്ലാസ്, ബാങ്കിങ്ങിൻ്റെ ക്ലാസ്, ഇൻഷുറൻസിൻ്റെ ക്ലാസ്, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, ദേവസ്വം ബോർഡ്, അതുപോലെ തന്നെ നമുക്ക് കേരള PSCയുടെ വിവിധ ക്ലാസ്സുകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്, ഫുഡ് കോർപ്പറേഷനൊക്കെ. അപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് നമുക്ക് ക്ലാസ്സുകൾ കാണാം. അതുപോലെ തന്നെ എക്സാം അനാലിസിസ്, മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻ, അതുപോലെ തന്നെ സ്ട്രാറ്റജിക് വീഡിയോസ്, മോട്ടിവേഷണൽ വീഡിയോസ് എല്ലാം ഇവിടെ കിട്ടും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് 22-ാം തീയതി ഇന്നത്തെ ആർട്ടിക്കിൾസിൽ വന്നിരിക്കുന്നത്, ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് എഡിറ്റോറിയൽ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വൊക്കാബുലറി നോക്കണം. യെസ്, ആൻഡ് ദെൻ ഗ്രാമർ സ്ട്രക്ചർ ഒന്ന് റീബിൽഡ് ചെയ്ത് സെറ്റപ്പ് ആക്കി എടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ഓഫ് കോഴ്സ് അത് പഠിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യും, നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യും. അതാണല്ലോ അതിൻ്റെ റിസൾട്ട് അല്ലേ. എല്ലാ എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള സെഷനാണ് 8 മുതൽ 9 വരെ ഒരു സെഷൻ. എൻ്റെ പേര് റിന്റു സെബാസ്റ്റ്യൻ. നോക്കാം ഏതാണ് 2 ആർട്ടിക്കിൾസ് എന്ന്. അപ്പോൾ നമസ്കാരം പീപ്പിൾ, ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ഒന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അല്ലേ, ഇന്നലത്തെ ന്യൂസ് ആയിരുന്നു. ലിസ് ട്രസ് റിസൈൻ ചെയ്തു അല്ലേ. അതൊരു വലിയൊരു അടിയായിപ്പോയി, തിരിച്ചടി നമ്മളല്ലേ, ഒരു അടിയായിപ്പോയി. കാരണം വെച്ചാൽ ലിസ് ട്രസ് വിജയിച്ച് UK പ്രൈം മിനിസ്റ്ററായിട്ട് വന്നപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. വീണ്ടും ഒരു വിമൻ പ്രസിഡൻറ്റ് കൂടി, പ്രൈം മിനിസ്റ്റർ കൂടി വരുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര ഹാപ്പി മൊമെൻറ്റിലായിരുന്നു. പക്ഷേ ഇക്കണോമിക്കായിട്ട് ഭയങ്കരമായിട്ട് ഒരു അധപതിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ ബോറിസ് ജോൺസൺ ഉണ്ടായിരുന്നപ്പോൾ പോലും ആകപ്പാടെ വല്ലാത്തിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു UK. അങ്ങനെ ഇരിക്കുന്ന UK ലിസ് ട്രസ് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ മാറ്റങ്ങൾ വരാം, പക്ഷേ ഷീ ഹാസ് എ ലോട്ട് ടു ഡു എന്ന രീതിയിലും പറഞ്ഞിരുന്നു. ഒരു ആർട്ടിക്കിൾ നമ്മൾ വായിച്ചിരുന്നു. അപ്പോൾ എന്തായാലും അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിളാണ്. എന്താണ് സംഭവിച്ചത്, വാട്ട് ആർ ദ തിങ്സ് ലൈക്ക് ദാറ്റ്, അതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ളൊരു സാധാരണ നമ്മൾ വായിക്കാൻ മനസ്സിലാവുന്ന ഒരു ആർട്ടിക്കിൾ തന്നെയാണ്. അത് നിങ്ങൾക്ക് സെൽഫ് റീഡിങ് ആർട്ടിക്കിളാണ്, ഒന്ന് വായിച്ചു നോക്കാം. അതല്ല നമ്മുടെ സ്പോർട്സ് ആർട്ടിക്കിളുണ്ട്. സ്പോർട്സ് ആർട്ടിക്കിളിൽ നിന്ന് ഫോമൽ റൈറ്റിംഗ് പാർട്ടൊന്നും വരില്ല, ബട്ട് റീഡിങ് പാസേജിൽ സ്പോർട്സ് റിലേറ്റഡ് ആർട്ടിക്കിൾസ് വരും. അപ്പോൾ T20 മാച്ചിനെ പറ്റി, ഇനി ഇന്ത്യ നമ്മൾ വരാൻ പോകുന്ന T20 മാച്ചിന് വേണ്ടിയിട്ട്, വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് എത്രത്തോളം പ്രിപ്പയർഡ് ആവണം, ഇന്ത്യ എത്രത്തോളം അതിനെ നോക്കി കാണുന്നു എന്നൊരു ആർട്ടിക്കിളാണ് നമ്മൾ വായിക്കുന്നത്. വളരെ സിമ്പിൾ റീഡാണ്, എന്നാലും നമ്മുടെ ആർട്ടിക്കിൾ ഓഫ് ദ ഡേ അതാണെന്ന്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് വരുന്നു, ലൈവിലോട്ട് കയറുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം കേട്ടോ. ഇന്നത്തെ ഫ്രേസൽ വെർബ്സ്, വൺ വേർഡ്സ് ആൻഡ് ഇഡിയംസിലോട്ട് പോകാം. സോ ഇന്നൊരു സെറ്റ് ഓഫ് ഇഡിയംസ് ആൻഡ് ഫ്രേസൽ വെർബ്സ് ഉണ്ട്, നമുക്ക് നോക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളത് തന്നെയാണ്, ചിലതൊക്കെ പുതിയതായിരിക്കാം, ബട്ട് പരിചയമുള്ളത് നമുക്കൊന്ന് പൊടി തട്ടിയെടുക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് വൺ, ലുക്ക് ടു. ലുക്ക് ടു എന്ന് പറഞ്ഞാൽ
ലുക്ക് ടു സംതിങ്, നമ്മളൊരു കാര്യത്തെ ലുക്ക് അറ്റ് സംതിങ് എന്ന് പറഞ്ഞാൽ തിങ്ക് അബൌട്ട് സംതിങ് കെയർഫുൾ, ഒരു കാര്യത്തെ പറ്റി കെയർഫുൾ ആയിട്ട് ചിന്തിക്കുക, എന്നിട്ടൊരു തീരുമാനം എടുക്കുക. ദാറ്റ് ഈസ് ലുക്ക് അറ്റ് സംതിങ്. ഇന്ന് നമ്മൾ ലുക്ക് അറ്റ് സംതിങ് നോക്കി. ലുക്ക് ടു സംതിങ് എന്നൊരു ഇഡിയമുണ്ട്, ഇഡിയം അല്ല, ഫ്രേസൽ വേർബ് ഉണ്ട്. എന്താണ് ലുക്ക് ടു സംതിങ്? ലുക്ക് ടു സംതിങ് എന്ന് പറഞ്ഞാൽ ഹോപ്പ് ദാറ്റ് സംതിങ് വിൽ പ്രൊവൈഡ്, സംബഡി വിൽ പ്രൊവൈഡ് സംതിങ്. നമുക്ക് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്തു തരും, അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്തു തരും, ഒരാൾ നമ്മൾ എന്തെങ്കിലും ചെയ്തു തരും എന്നൊരു പ്രതീക്ഷയോടെ നമ്മളൊരു കാര്യത്തെ കാണുമെങ്കിൽ, എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് വിളിക്കാം ലുക്ക് ടു സംതിങ്. വി ആർ ലുക്കിംഗ് ടു സംതിങ്. ഇപ്പോൾ ഇന്ത്യ ഈസ് ലുക്കിംഗ് ടു ദ T20 വേൾഡ് കപ്പ്. ഇന്ത്യ ഈസ് ലുക്കിംഗ് ടു വിന്നിങ് ദ T20 വേൾഡ് കപ്പ്. അപ്പോൾ ഇന്ത്യക്ക് ഒരു പ്രതീക്ഷയുണ്ട്, ഹോപ്പുണ്ട്. അപ്പം എക്സ്പെക്റ്റ് ചെയ്യുക അല്ലെ ഹോപ്പ് ചെയ്യുക അബൌട്ട് സംബഡി പ്രൊവൈഡിങ് യു സംതിങ്. അതിനെയാണ് നമ്മൾ ലുക്ക് ടു സംതിങ് എന്ന് പറയാം. ഓർത്തോണം കേട്ടോ. അടുത്ത് ടേക്ക് ഓൺ ചെയ്യുക. നമ്മൾ ടേക്ക് പാർട്ട് പഠിച്ചിട്ടുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അല്ലേ, ടേക്ക് ഇൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ടേക്ക് ഇൻ കൺസ്യൂം ചെയ്യുക ഒക്കെ പഠിച്ചിട്ടുണ്ട്. ടേക്ക് ഓണും ഉണ്ട്. ടേക്ക് ഓൺ എന്ന് പറഞ്ഞാൽ എൻഗേജ് ചെയ്യുക, എംപ്ലോയ് ചെയ്യുക, ഹയർ ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട് അല്ലേ. നമ്മളൊരാളെ ഒരു കാര്യത്തിൽ എൻഗേജ് ചെയ്യിപ്പിക്കുക ഓർ ഒരാളെ ഹയർ ചെയ്യുക എന്നൊക്കെയാണ് ഈ പറയുന്ന ടേക്ക് ഓൺ എന്ന വാക്കിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ വേറൊരിടത്തും കൂടെ ടേക്ക് ഓൺ ഉണ്ട്. ഇന്ന് ആ അർത്ഥത്തിൽ നമ്മൾ വരാമെന്ന്. ടേക്ക് ഓൺ സംബഡി എന്ന് പറഞ്ഞാൽ ഒപ്പോസ് സംബഡി. എസ്പെഷ്യലി ഈ സ്പോർട്സ് റിലേറ്റഡ് ആർട്ടിക്കിൾ ടേക്ക് ഓൺ എന്നൊരു ഫ്രേസൽ വേർബ് കണ്ടാൽ നിങ്ങൾ ഓർത്തണം. ഒപ്പോസ് ചെയ്യുക അല്ലെ ചാലഞ്ച് ചെയ്യാണ്, അല്ലെങ്കിൽ അവരെ നമ്മൾ അവരുമായിട്ട് ഓപ്പോസിറ്റാണ്, അതിനെയാണ് നമ്മൾ ടേക്ക് ഓൺ എന്ന് പറയാം. ഓർത്തോണം കേട്ടോ. അത് ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഓർത്തോണം. അപ്പോൾ ഞാൻ പറഞ്ഞ ഓർത്ത് വെച്ചോളാം. ടേക്ക് ഇൻ ഉണ്ട്, കൺസ്യൂം ചെയ്യുക. ടേക്ക് പാർട്ട് ഉണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ആൻഡ് ടേക്ക് ഓൺ ഉണ്ട്, ഹയർ ചെയ്യുക, എംപ്ലോയ് ചെയ്യുക, എൻഗേജ് ചെയ്യുക, അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യുക എന്നൊരർത്ഥം കൂടെ ടേക്ക് ഓണിനുണ്ട്. സോ റിമെമ്പർ ദാറ്റ്. ഇതിൽ ഏതെങ്കിലും ഒരു മീനിങ് നമ്മുടെ ഓപ്ഷനിൽ വന്നാൽ യു ക്യാൻ ക്ലിക്ക് ഓൺ ദാറ്റ്. അങ്ങനെയാണ് നമ്മുടെ ആൻസർ കിട്ടുക നമുക്ക്. അടുത്ത് ഈറ്റ് ഇൻ ടു. ഈറ്റ് ഇൻ ടു അല്ലേ, ഈറ്റ് ചെയ്യുക, കഴിക്കുക എന്നല്ല. അപ്പോൾ ഈറ്റ് ഇൻ ടു സംതിങ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാർന്ന് തിന്നുന്നൊക്കെ നമ്മൾ പറയില്ലേ, ദാറ്റ് ഇസ് ഈറ്റ് ഇൻ ടു. ഡാമേജ് സംതിങ് ബൈ ഇറോഡിങ് ഇറ്റ്. ഈറ്റ് ഇൻ ടു സംതിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഡാമേജ് സംതിങ് ബൈ ഇറോഡിങ് ഇറ്റ്. എസ്പെഷ്യലി നമ്മളിപ്പോൾ പറയുന്നത് കേൾക്കാം, നമ്മുടെ ഇത്തിൽക്കണ്ണിയൊക്കെ എന്ത് ചെയ്യുന്നത്, ഹോസ്റ്റലിലെ ഇറ്റ്സ് എ പാരസൈറ്റ് അല്ലേ. ഇത്തിൽക്കണ്ണി ഒരു പാരസൈറ്റ്. ഏത് പാരസൈറ്റ്സ് എടുത്തു, പാരസൈറ്റുകൾ ശരിക്കും എന്താ ചെയ്യുന്നത്, ദേ ആർ ഈറ്റിംഗ് ഇൻ ടു ദ ഹൗസ് ബോഡി അല്ലേ. ഹോസ്റ്റിൻ്റെ ബോഡിയെ എന്താ ഡാമേജ് ചെയ്യുകയാണ് ബൈ ഇറോഡിങ് ഇറ്റ്. അതിനെ നശിപ്പിച്ച് കളയാണ്. അതിനെ ഉപയോഗിച്ച് അതിനെ മൊത്തം കാർന്ന് തിന്നുക പറയും. സോ ഈറ്റ് ഇൻ ടു എന്ന് പറയുന്ന യൂസേജ് ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. എല്ലാവരും കോമൺ ആയിട്ടുള്ളൊരു എക്സ്പ്രഷനാണ്. ഈറ്റ് ഇൻ ടു സംതിങ് മീൻസ് ഡാമേജ് സംതിങ് ബൈ ഇറോഡിങ് ഇറ്റ്, നശിപ്പിച്ച് കളയും അതിനെ. ഓക്കെ. സോ അടുത്തത് ലൈൻ അപ്പ്. ലൈൻ അപ്പ് ചെയ്യുക എന്താ പറയുക, നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് ആർ ലൈൻഡ് അപ്പ് പീപ്പിൾ. കം ഓൺ, ഓപ്പർച്യൂണിറ്റീസ് ആർ ലൈൻഡ് അപ്പ് ഇൻ SSC CGL. ഈ ഇടയ്ക്ക് നമ്മൾ പറയാണ് അല്ലേ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് SSC CGL ഉണ്ട്. ഓപ്പർച്യൂണിറ്റീസ് ആർ അലൈൻഡ്, ഐ അസംബിൾഡ് അല്ലേ, നിരനിരയായിട്ട് ഇവിടെ നിൽപ്പുണ്ടെന്ന് നമ്മൾ പറയില്ലേ, ദാറ്റ്സ് ഇറ്റ് ലൈൻ അപ്പ്. ലൈൻ അപ്പ് ചെയ്യുക മീൻസ് ലൈൻ ചെയ്യുക, അസംബിൾ ചെയ്യുക എന്നൊക്കെയാണ്. വെരി സിമ്പിൾ അല്ലേ, സംഭവം സിമ്പിൾ ആണല്ലോ. യാ, ദാറ്റ്സ് ഇറ്റ്. UK people എന്ന് പറയുന്നത് പീപ്പിൾ ഓഫ് UK എന്ന് പറയും. UK people എന്ന് പറയുന്നത് ദാറ്റ്സ് നോട്ട് ഫോർമൽ യൂസ് കേട്ടോ അഭിലാഷേ. പീപ്പിൾ ഓഫ് UK ലുക്ക് ടു ലിസ്ട്രസ് ഹോപ്പിംഗ് ദാറ്റ് ഷീ വിൽ ഹെൽപ്പ് UK's economy to come out of pit. Yes, they did അല്ലേ. എമിൽ ഗുഡ് മോർണിംഗ്. വാട്ട് ഹാപ്പൻ, കുറച്ച് ഡേയ്സായി നല്ല ഹറിയാണല്ലോ എഡിറ്റോറിയൽ. സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? ആണോ? എനിക്ക് താമസിച്ച് തുടങ്ങിയ പോലെ എൻ്റെ മനസ്സ് പറഞ്ഞു. അങ്ങനെയാണോ? മേ ബി അതായിരിക്കും. ലുക്ക് ടു ദ ഫ്യൂച്ചർ ആൻഡ് എക്സ്പ്ലോർ ഡിഫറെൻറ്റ് കരിയർ പാത്ത്സ്. ദാറ്റ്സ് ഗ്രേറ്റ്. അങ്ങനെ തോന്നിയോ? റെജിനും തോന്നിയോ? അത് നീക്ക് ചുമ്മാ കളിയാക്കിയതാണോടാ? എല്ലാവർക്കും തോന്നിയോ? ആണോ? ഞാൻ എന്താ പറയുക, താമസിച്ച് തുടങ്ങിയത് എൻ്റെ ഒരു ഇത്. എനിക്ക് പെട്ടെന്ന് താമസിച്ച് തുടങ്ങി പെട്ടെന്ന് ചെയ്തേക്കാം, ഇല്ലെങ്കിൽ ഇതായിപ്പോൾ എന്നുള്ളൊരു ഇതാണ്, അതായിരിക്കും. അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. യെസ്, നന്ദന പറഞ്ഞൊരു തൊട്ടടുത്തൊരു സെഷൻ വരുന്നുണ്ട്, 9:30 ഒരു സെഷൻ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വൈൻഡപ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ ആ സെഷനുമായിട്ട് ക്ലാഷ് ആവും. അപ്പോൾ ടൈം കൺസ്ട്രെയിൻ പീപ്പിൾ, റിയലി സോറി, ടൈം കൺസ്ട്രെയിൻ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ബി ക്വിക്ക്. നിങ്ങളൊരു കാര്യം ചെയ്യുക, വേഗം സെൻറ്റൻസ് ഫ്രെയിം ചെയ്ത് തരാം. ഐ ട്രൈ, ദാറ്റ്സ് ഇറ്റ്, ഐ ട്രൈ. എനിക്കതേ നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ അല്ലേ. നമുക്ക് നമ്മുടെ എഡിറ്റോറിയൽ വിട്ടൊരു കളിയില്ല, അതുകൊണ്ടാണ് ഞാൻ കട്ടയ്ക്ക് പിടിച്ച് വെക്കുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അടുത്ത പനീഷ്യ നോക്കാം. എന്താണ് പനീഷ്യ? നമ്മൾ മലയാളത്തിൽ പറയില്ലേ ഒറ്റമൂലി, അതാണ് പനീഷ്യ. പനീഷ്യ മീൻസ് റെമഡി അല്ലെങ്കിൽ സൊല്യൂഷൻ ടു ഓൾ ഡിഫിക്കൽട്ടീസ്. എല്ലാ ഡിഫിക്കൽട്ടീസിൻ്റെയും ഒറ്റമൂലി ഇതാണ് എന്ന് പറയില്ലേ, ദാറ്റ്സ് ഇറ്റ്, പനീഷ്യ. ദർ ഇസ് നോ പനീഷ്യ ടു യുവർ laziness. There is no punishment to your problem, something like that. അടുത്ത bring in എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ലോഞ്ച് ചെയ്യുക. ആ ഇൻട്രൊഡക്ഷൻ, സെൽഫ് ഇൻട്രൊഡക്ഷൻ, ആ ഇൻട്രൊഡക്ഷൻ അല്ലേ, ഓർത്തുകൂടാ. ലോഞ്ച് ചെയ്യുക ഓർ ഇൻട്രൊഡ്യൂസ് ചെയ്യുക പ്രോഡക്റ്റ്, ഒരു പ്രോഡക്റ്റിനെയോ അല്ലെങ്കിൽ ഒരു
ഒരു പ്രോഡക്റ്റിനെ ഒരു സർവീസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നതിനെയാണ് നമുക്ക് എന്ത് പറയാം, ബ്രിങ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ എനിക്ക് അതൊന്ന് ഓർത്ത് വെച്ചോളണം, നിങ്ങളെല്ലാവരും അതൊന്ന് ഓർത്ത് വെച്ചോളണം. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പറയുമ്പോൾ ചാടിക്കറി ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ നമുക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇതുണ്ട്. ഐ ബ്രിങ് ഇൻ മൈസെൽഫ് എന്ന് പറയുമ്പം ഐ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു അർത്ഥമില്ല. ആ ഇൻട്രൊഡക്ഷൻ അല്ല കേട്ടോ, സെൽഫ് ഇൻട്രൊഡക്ഷൻ അതല്ല. ഇൻട്രൊഡ്യൂസ് ഓർ ലോഞ്ച് എ പ്രോഡക്റ്റ്, ആദ്യമായിട്ടൊരു പ്രോഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ആ അർത്ഥത്തിലാണ് പറയുന്നത്. ഒന്ന് ഓർത്തോണം. ലെറ്റ് മീ സീ. The students are lined up അല്ലേ, are lined up, passive ആണ് നീ ഉദ്ദേശിക്കുന്നത്. Students are lined up for the assembly. Some heinous people eat into public properties because there is no one to take on their act. That's great. രാവിലെ തന്നെ അല്ലേ. all books were eaten into by termites. That's great. Students are lining up for assembly. Okay. ഫസ്റ്റ് 3 സ്ലൈഡ് സെറ്റാണ്, ബാക്കി സെറ്റ് പിന്നെ ഒരു പോക്ക നോൺ സ്റ്റോപ്പ് ആയിട്ട്. അതാ സ്പീഡല്ല എനിക്ക് മനസ്സിലായി. ഐ അണ്ടർസ്റ്റാൻഡ്. ഇന്ത്യ ടുക്ക് ഓൺ എ സ്ട്രോങ് സ്റ്റാൻഡ് അഗൻസ്റ്റ് ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് അക്രോസ് ദ വേൾഡ്. യെസ്. ദ beggars always look to food. Okay, that's it. Good morning, Abhinaya. DGP ordered his subordinate officers to line up immediately. RBIH, IPPB and IBPS partnered looking to an aim of reaching out to billions of Indians, focusing on rural economic development and ponder financial solutions in the former. That's great. Don't let your bad habits eat into your future. That's great. Yeah. Smile is a punishment to the sadness. That's great. Excessive mobile phone use will eat into your productive time. That's great. Toyota brings in the new car this month. That's great. The victims of endosulfan are looking up to fulfill their needs by the government. Great. Everything lined up as expected. That's great. Vivo brought in a new version of their phone. That's great. He brought in a new working model in yesterday's exhibition. That is great. Sonal, good morning. അടുത്ത get a handle on. Get a handle on എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? Get a handle on is an idiom, idiomatic expression ആണ്. അർത്ഥം ഇതാണ്, understand something well. ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. You have to get a handle on the syllabus first. ആദ്യം നീ ഒന്ന് സിലബസ് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക അല്ലേ. ഫസ്റ്റ് അല്ലേ, യു ഹാവ് ടു ഗെറ്റ് എ ഹാൻഡിൽ ഓൺ ദ സിലബസ് ഫസ്റ്റ്. എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് നമ്മളോട് ആദ്യം പറയും, കോമ്പറ്റീവ് എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് ആദ്യം സിലബസ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക എന്ന് പറയില്ലേ. സോ ദാറ്റ്സ് ഇറ്റ്, അണ്ടർസ്റ്റാൻഡ് സംതിങ് വെൽ. അടുത്ത അറ്റ് ഹാൻഡ് ഫ്രേസാണ്, ചോദിച്ചിട്ടുള്ളതാണ്. അറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ക്ലോസ് ബൈ, തൊട്ടടുത്തുണ്ട്. അവൈലബിൾ ആണ് എന്ന് പറയാം, ക്ലോസ് ബൈ എന്ന് പറയാം, അടുത്താണെന്ന് പറയാം. ദാറ്റ്സ് ഇറ്റ്. ക്ലോസ് ബൈ, ഇമിനൻ്റ് എന്ന് പറയില്ലേ ആ സാധനം. അവൈലബിൾ ആ അർത്ഥമൊക്കെ ഉണ്ട്. അറ്റ് ഹാൻഡ് ഓർത്താൽ മതി. അറ്റ് ഹാൻഡ്, ഹാൻഡി, അവൈലബിൾ ആണ് പറയില്ലേ സാധനം. അടുത്ത് ടേൺ ഔട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ PSC ബുള്ളറ്റിലും കൂടെ വന്ന് ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ നമ്മൾ ടേൺ ഔട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് സ്ഥിരമായിട്ട് പറയുന്നൊരു ഫ്രേസൽ വേർബാണ്. ടേൺ ഔട്ട് ചെയ്യുന്ന പ്രൂവ് ടു ബി ദ കേസ്, ഇങ്ങനെ ആയിത്തീരുക. റിസൾട്ട് ഇൻ എ പെർട്ടിക്കുലർ വേ അല്ലേ, ബി ഇൻ എ പെർട്ടിക്കുലർ വേ, ഇങ്ങനെ ആയിത്തീരുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതിൻ്റെ അർത്ഥം പോസിറ്റീവ് സെൻസിലാകാം, നെഗറ്റീവ് സെൻസിലാകാം. ടേൺ ഔട്ട് വെൽ ഞാൻ പറഞ്ഞു, ടേൺ ഔട്ട് വെൽ, ടേൺ ഔട്ട് പോലി എന്നൊക്കെ പറഞ്ഞാൽ നെഗറ്റീവായി. അപ്പോൾ ടേൺ ഔട്ട് മീൻസ് പ്രൂവ് ടു ബി ദ കേസ് ഒന്ന്, അല്ലെങ്കിൽ ടേൺ ഔട്ട് ദ ഫാൻ, സ്വിച്ച് ഓഫ് ദ ഫാൻ എന്നർത്ഥത്തിൽ ടേൺ ഔട്ട്. ദ ഇലക്ട്രിസിറ്റി ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓഫായി പോയി, സംതിങ് ലൈക്ക് ദാറ്റ്. ഓർത്തോണം. നോക്കട്ടെ. യെസ്. We have to line up our plans. That's great. University brings in a new course. Okay. The state ruling party take on അല്ല, takes on വേണ്ട ആദിത്യ. കാര്യം ruling party singular, അപ്പോൾ verbum singular കൊടുക്കുക. Takes on the scheme, bring in the, by bringing in this and when by this എന്താണ് by bringing in അല്ല, by bringing in വേണ്ട, ഇങ്ങനെ കൊടുക്കാം. The state ruling party takes on the scheme bringing in by the or brought in by, അതാണ് കറക്റ്റ്. ബൈ അല്ല, അപ്പോൾ പാസീവ് വോയിസ് കൊടുക്കാം. brought in by the central government കൊടുക്കുക ആദിത്യ. That's right. Shiny, good morning. There is no punishment for worry rats. Okay, what's okay. IRCTC is about to bring in travel now, pay later TNPC facility in the IRCTC mobile application. That's good to know. I took on the marriage proposal brought in by my family. Adal uddeshide. Sumi, principal ordered the students to line up in the ground. Okay, that's great. There is no panacea for Asian countries unless they bring in new strategy to line in front of the West. All right. Tesla brings in an electric scooter അല്ല കേട്ടോ,
An electric scooter. Electric, E sound. E sound is എന്താണ്? Vowel sound. Vowel sound കൂടെ an കൊടുക്കണം, A അല്ലേ? An electric scooter in the market. India's lineup is looking, India's lineup ആണോ? India's lining up. വിനു നീ അവിടെ ജെറണ്ട കൊടുക്കുന്നത്, സബ്ജക്റ്റ് ലൈനിങ് അപ്പ് കൊടുക്കണം. അപ്പം India's lining up is looking good. Hop in main players will be at hand for crucial matches to take on the opponents. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടല്ലോടാ. India's lining up is looking good and hop or main players. അവിടെ ഒരു and കൊടുക്കുക, അപ്പോൾ കറക്റ്റ്. Before talking about the subject, you should get a handle on the topic. That's great. I think all the public officials must get a handle on professional ethics. That's satyam. First, get a handle about the matter. About the matter allamara, get a handle on the matter. That's the correct phrase. Get a handle on something. On the matter, then give your suggestions. In school assembly, all are requested to line up. That's it. In Malayalam film industry, film industry. In Malayalam film, Vietnam colony, Shangaradi showed his right hand as a panacea. Idante regale. Adalla nee udeshiche. So, kollam. Company brings in their new product looking to the cooperation of customers. It's very important to line up your final year project before 6th semester. Okay. When will I get a handle on English grammar? Abhilashe, you are getting it. Many naysayers are citing that the monster movie was a big turnout. All right. Your big moment is at hand. That's great. Candidates are required to line up at the registration counter to further verification processes prior to the exam. I got a handle on the Hindu editorial only after attending Rindu ma'am sessions. See, I'm so glad to hear that. Good for you. The government looked to provide financial support to the senior citizens. Great. Everything is at hand near her house. Near the house, അവിടെ ഓൾറെഡി അതിൻ്റെ അടുത്താന്നല്ലേ, അപ്പോൾ ഇങ്ങനെ കൊടുത്താൽ മതി. ആമല എവറിത്തിങ് ഇസ് അറ്റ് ഹാൻഡ് ഓഫ് ഹർ ഹൗസ്. യാ, ദാറ്റ്സ് ഇറ്റ്. There is no punisher for success. Yes. Yesterday I was at hand to my friend, but I couldn't meet her. അടുത്തെത്തി പക്ഷെ കാണാൻ പറ്റിയില്ല. അടിപൊളി. Shama say, good morning. Hope that your success is at hand. That's great. We should get a handle on the knack of clearing competitive exams. The panacea you suggested yesterday was an effective one. That is great. We should get handle with the pattern. Emile, we should get a handle on the pattern of the examination. Our structure maripoleda. The NPK fertilizer is at hand in all markets. Yes, don't think that everything will be at hand for you. There are trying times in everybody's life. Okay, trying times nalla nammal adine paraya. It's a one word for that. Trials in everyone's life. Praveena, good morning. It is the honors of the captain to get a handle on the situation in the field. Yes, Panisha, for that problem is simple. It's at our hand. Yes. It's at our hand എന്ന് പറയണ്ട, it's at hand എന്ന് പറഞ്ഞാൽ മതി, അടുത്താണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. That's right. Planters usually eats into forest and make it. Planters usually eats അല്ല സോൾ മ്യൂസിക്, eat. Planters plural അല്ലേ, അപ്പോൾ verb plural കൊടുക്കൂ. And make it കറക്റ്റ് ആണോ? A farm. Plastic baggages. No. Plastic baggage luggage ഒക്കെ uncountable ആവണം, plural ഇല്ല കേട്ടോ. ഐശ്വര്യ, plastic baggage are still at hand in markets. Resources is at hand of India, but to turn out that into a result, we should work hard. That's great. The teacher punished the student for his well-being, but it turned out to be a disaster when he committed suicide. Okay, that's so sad. Rindumis in editorial sessions were the punisher to integrate my knowledge in the field of vocabulary and English grammar. Oh my God. Panisha, Ottamuli, oh God. Stop overlooking. അവിടെ ഓവർലുക്കിങ്, കാരണം സ്റ്റോപ്പ് എന്ന വേർബിന് ഒബ്ജക്റ്റ് വേണം, ഒബ്ജക്റ്റായിട്ട് വേർബ് കൊടുക്കാൻ പറ്റില്ലല്ലോ, അതിൻ്റെ ING ഫോം കൊടുക്കാം കേട്ടോ ഹർഷദ്. സ്റ്റോപ്പ് ഓവർലുക്കിംഗ് ടു ഫ്യൂച്ചർ ഫോർ വാട്ട് യു ക്യാൻ അറ്റ് present. The central government rejected the global hunger index study and the Senate decided to bring in development. Okay. Everything turns out to be true before the law of God. Okay. Government needs to devise a punisher for reducing crimes in the society. എങ്ങനെയാ അല്ലേ അത് വിനു? I don't know. Failure of getting a handle on the financial turmoil in Britain paved the way for the quit of Liz Truss. Yes. Panacea is the first state that eats into, if ignored, eats into object കൊടുത്തേ. Cowards believe that death is a punisher for all their problems. Okay.
I wish to get a handle on GK and English to get a Panisha to clear the competitions. That's great. The Adani Energy on behalf of the Adani Enterprises is set forth to bring in 660 MW hybrid renewable energy conserving plant incorporating solar and wind energies. Great. Moving on, look to take on 8-2, line up Panisha, bring in, get a handle on, at hand, turn out. Let's move to the words, people. Let's move. അപ്പോൾ നമ്മളുടെ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു വമ്പൻ ഓഫർ ഇത്തവണ നമ്മൾ അടയിൽ കൊണ്ടുവന്നേക്കുന്നത് ഇഫ് കോഴ്സ് പർച്ചേസ് ചെയ്ത കുട്ടികൾക്ക് കുറച്ച് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ദിസ് ഇസ് എ റൈറ്റ് മൊമെൻറ്റ് 20% ഡിസ്കൗണ്ടും അതുപോലെ ഡബിൾ വാലിറ്റി ഓഫറുണ്ട് മഹാപാക്കുകൾക്കും എല്ലാ ലൈവ് ക്ലാസ്സുകൾക്കും ടെസ്റ്റ് പാക്കുകൾക്കും. അപ്പോൾ യു ക്യാൻ യൂസ് മൈ കോഡ്, എൻ്റെ കോഡ് ഉപയോഗിക്കാം Y314 ഉപയോഗിച്ച് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. FCIയുടെ സെക്കൻഡ് ബാച്ച് തുടങ്ങിയിട്ടുണ്ട്, അത് നമ്മൾ ഒക്ടോബർ 28 തുടങ്ങും. SSCയുടെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും, 50 ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സ് 31 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഒക്കെ വരുന്നുണ്ടല്ലേ, ഇനി വീഡിയോ ഒക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അടുത്ത എക്സാം നോട്ടിഫിക്കേഷൻ വിളിക്കും ഉടനെ തന്നെ. ഇപ്പോൾ ഡിഗ്രി പ്രിലിംസിൻ്റെ എക്സാം ഇന്ന് എഴുതുക പ്രിലിംസ്, അടുത്ത പ്രിലിംസിന് വേണ്ടിയിട്ട് സജ്ജമായിരിക്കുകയാണ്. 4 വർഷങ്ങൾക്ക് ശേഷം 5 വർഷം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് വിളിക്കാൻ പോവാം. ഇറ്റ്സ് എ ബിഗ് തിങ്. അപ്പോൾ നവംബർ 4 നമ്മളൊരു ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം. വി ആർ സ്റ്റാർട്ടിങ് ഫ്രം ദ ഫൗണ്ടേഷൻ. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ഡിഗ്രി പ്രിലിംസിന് ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ ടൈം. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നവംബർ 4 ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കോഡ് ഉപയോഗിക്കാം Y314. ഇപ്പോൾ ഡബിൾ വാലിറ്റി ഓഫറും കിട്ടും. അതുപോലെ നിങ്ങൾക്ക് 2 വർഷത്തേക്ക് ആ കോഴ്സ് അവിടെ കിടക്കും കേട്ടോ. ആൻഡ് 20% ഡിസ്കൗണ്ട്. ഗ്രേറ്റ് ഇറ്റ് ഇസ്. അപ്പോൾ നമുക്ക് നോക്കാം വേർഡ്സ്. ഫസ്റ്റ് വൺ സീമിംഗ്ലി. സീമിംഗ് എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവാണ്. സീമിംഗ്ലി എന്ന് പറയുമ്പോൾ അഡ്വേർബായി. സീമിംഗ്ലി എന്ന് പറയുമ്പോൾ അപ്പാരൻ്റ്ലി, ഔട്ട്വേർഡ്ലി, എവിഡൻ്റ്ലി. അപ്പോൾ പറയപ്പെടുന്നത് എന്നൊരർത്ഥമല്ലേ അതിൽ. അപ്പോൾ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇറ്റ്സ് ഡിഫറെൻറ്റ്. LY അതിൽ കൂട്ടി കൊടുക്കുമ്പോൾ അഡ്വേർബായി. ദാറ്റ്സ് ഇറ്റ്. അടുത്ത വെയിൻ. സണ്ണി വെയിൻ എന്ന് കേട്ടിട്ടില്ലേ? പക്ഷേ സണ്ണി വെയിൻ്റെ വെയിൻ അല്ല കേട്ടോ. സണ്ണി വെയിൻ്റെ വെയിൻ വയനാട് കട്ട് ചെയ്ത് വെയിൻ ആക്കിയ പുള്ളി. പക്ഷേ ഇതാ വെയിനല്ല, ഇത് WANE വെയിനാണ്. പുള്ളിക്കൊരു വൈ ഉണ്ടല്ലേ. ഈ വെയിൻ ഈസ് WANE വെയിനാണ്. വെയിൻ ചെയ്യുക മീൻസ് ഡിസപ്പിയർ ചെയ്യുക, അപ്രത്യക്ഷമാവുക. ഓർ ഡിക്രീസ് ചെയ്യുക, ഡിമിനിഷ് ചെയ്യുക, ഡിക്ലൈൻ ചെയ്യുക, കുറയുക. ഒരു കാര്യത്തിൻ്റെ എഫേർട്ട് ഇൻറ്റൻസിറ്റി കുറയുക എന്നൊക്കെ പറയില്ല. ആ സാധനം വെയിൻ. അടുത്ത മഷ്റൂമിങ്. കൂണ് പോലെ ഇങ്ങനെ നമ്മൾ പറയില്ലേ, കൂണ് പോലെ ഇങ്ങനെ എല്ലായിടത്തും കൂണ് പോലെ ഉണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ കൂണ് പോലെ എന്ന് പറഞ്ഞാൽ അതൊന്ന് പരക്കുക, സ്പ്രെഡ് ചെയ്യുക. ഓർ ഗ്രോയിങ്, സ്പ്രെഡിങ്, എക്സ്പാൻഡിങ്, ഡെവലപ്പിംഗ് എന്നാണ് അർത്ഥം. ഓർത്തോ കേട്ടോ. അപ്പോൾ മഷ്റൂമിങ് എന്ന് പറഞ്ഞാൽ കൂണിൻ്റെ ഒരു പ്രത്യേകത അറിയില്ലേ, സെയിം സാധനം ഓർത്താൽ മതിയേ. സ്പ്രെഡിങ്, ഗ്രോയിങ്, എക്സ്പാൻഡിങ്, ഡെവലപ്പിംഗ്, അതാണ്. പിന്നെ ഒരു ഫിക്സ്ചർ ഉണ്ട്. ഫിക്സ്ചർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഫിക്സറിൻ്റെ അർത്ഥം മാച്ച്, റേസ്, ഗെയിം എന്നാണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ. എന്നാൽ ഇതേ ഇവിടെ നൗൺ തന്നെയാണ്. ഇറ്റ്സ് നോട്ട് വേർബ്, ഐ എം സോറി ഫോർ ദാറ്റ്. വേർബ് അല്ല, നൗൺ തന്നെയാണ്. ഫിക്സ്ചർ എന്ന് പറയുന്നതിന് വേറൊരർത്ഥം കൂടി ഉണ്ട്, അറ്റാച്ച്മെൻറ്റ്. നമ്മളൊരു കാര്യത്തിന് അറ്റാച്ച് ചെയ്ത് വെക്കില്ലേ, ഒരു യൂണിറ്റ്, അതിൻ്റെ കൂടെ ചേർത്ത് ചേർക്കുന്ന ഒരു യൂണിറ്റ്, അതിന് ഫിക്സ്ചർ എന്ന് പറയും. അറ്റാച്ച്മെൻറ്റ്, യൂണിറ്റ് എന്നൊക്കെ പറയാം. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് കമൻസ്. കമൻസ് ചെയ്യാൻ മീൻസ് ദ പ്രോഗ്രാം വിൽ ബി കമൻസ് സൂൺ എന്നൊക്കെ പറയില്ലേ, തുടങ്ങുവാണ്. ബിഗിൻ, സ്റ്റാർട്ട്, ഇനിഷ്യേറ്റ്, സെറ്റ് ഇൻ മോഷൻ എന്നൊക്കെയാണ് കമൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം. ക്ലിയർ ഐ ഗസ്? ഓക്കെ അല്ലേ? യെസ്. ദർ വർ പനീഷ്യ ഫോർ സം ഡിസീസസ് ഇൻ ആയുർവേദ. ദർ വർ പനീഷ്യാസ് കൊടുക്കണം. പനീഷ്യ ഒറ്റമൂലിയല്ലേ, അപ്പം അതിൻ്റെ കൂടെ വേറെ കൊടുക്കില്ല. ദർ വാസ് പനീഷ്യ ഉണ്ടായിരുന്നുവെങ്കിൽ ദർ വാസ് പനീഷ്യ. സബ്ജക്റ്റ് അനുസരിച്ച് വെർബ് കൊടുത്തേ. അപ്പോൾ എന്നെ കൊടുക്കുന്നത് ആദിത്യ. പനീഷ്യ സിംഗുലർ ആണ്, അപ്പോൾ വേർബ് സിംഗുലർ കൊടുക്കുക, ദർ വാസ് കൊടുക്കുക. ജോമി, ഗുഡ് മോർണിംഗ്. പതഞ്ജലി ബ്രിങ്സ് ഇൻ എ ന്യൂ ഹെർബൽ പ്രോഡക്റ്റ്. ഓക്കെ. Those who are eating into public properties must be punished because tax is providing by us. Tax is provided by us. Providing by us അല്ല, tax is being provided by us. അല്ലെങ്കിൽ tax is provided by us എന്ന് കൊടുക്കുക. ഞങ്ങളാണ് ടാക്സ് അടയ്ക്കുന്നത്, അതല്ലായിരുന്നു ഉദ്ദേശിച്ചത്. കത്തി. Any situation are handled. Any situation is handled. Any situations is handled. Only travel is. ഓക്കെ അങ്ങനെയല്ല, അല്ല. അതിനൊന്ന് മാറ്റണേ, മൊത്തം മാറ്റണേ. അമ്മു പെരേര, കൊള്ളാല പേര്. മിസ്റ്റർ പെരേരയുടെ മോളാണോ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഇവിടെയാണല്ലോ മിസ്റ്റർ പെരേര ഉള്ളത്, ശ്രദ്ധിച്ചോ. ട്രാവൽ ഇസ് ഓൺലി പനീഷ്യ ഫോർ ടു എനി സിറ്റുവേഷൻ, അങ്ങനെ കൊടുക്കുക. ട്രാവൽ ഈസ് ഓൺലി പനീഷ്യ ടു എനി സിറ്റുവേഷൻ എന്ന് കൊടുക്കണം കേട്ടോ അമ്മു. ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബിംഗ് ഓഫ് പനീഷ്യ ഇസ് അൺടെനബിൾ. ഓക്കെ. ഐ ലുക്ക് ടു ഹിസ് ബുക്ക് ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് ബേസിക് കോൺസെപ്റ്റ്. മൈ ഇൻട്രസ്റ്റ് ഓൺ ദ സബ്ജക്ട് ടേക്സ് മീ ഓൺ ആൻഡ് gets a handle on it. That's great. Yes. Only punish for your problems, your all problems. Your all problems. All your problems. Sumi, all your problems. All കഴിഞ്ഞിട്ട് determiner ഇട്ട് കൊടുക്കാവുള്ളേ. Only punish for all your problems is to stop taking everything seriously. Loosen up, അല്ലേ? Loosen it up. Most of the politicians eat into the fund of nations for their own purposes. സത്യം.
ജിഷ്മ നമ്മുടെ FCI എക്സാം മോസ്റ്റ് പ്രോബബ്ലി ഡിസംബർ അല്ലെങ്കിൽ ജാനൊക്കെ ആവും കേട്ടോ. യു ക്യാൻ സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ നടക്കട്ടെ. സീമിംഗ്ലി അദാനി ആൻഡ് മോദിജി ഈച്ച് ഇൻ ടു ദർ കോർപ്പറേറ്റ് പൊസിഷൻസ് ബൈ വർക്കിംഗ് ഇൻ ടാൻഡം. മാസ്മാൻ ഹലോ, എന്തുണ്ട് വിശേഷം? പഠനമൊക്കെ എങ്ങനെ? ഉഷാർ? കുറേ നാളായി കണ്ടിട്ടല്ലേ? അടിപൊളി. സോ ഹാപ്പി ടു സീ യു ബാക്ക്. Vehicles are EV vehicles. Okay, EV vehicles are mushrooming nowadays. That's great. KP Kutan, good morning. Super 12 matches of ICC Men's World T20 World Cup will commence with the fixture of Australia and New Zealand. Yes, my grandma is waiting to commence a new serial. Oh, waiting for that? Kolla. In my view, Sunny Wayne acting skills are waning nowadays. Okay, അത് കൊള്ളാം. ഫിക്സ് വിൽ, അത് വേണ്ട, ഞാൻ തന്നെ എടുത്ത് സണ്ണി വെയിനെ പറ്റി ഇട്ട് കൊടുത്തു. അയ്യോ, ഇനി അതിനെപ്പറ്റി അഭിപ്രായം പറയുമായിരിക്കും. ഫിക്സ് വിൽ കമൻസ് ഇൻ എ ഷോർട്ട് ടൈം. ഫ്രാക്ഷ്യസ് ആർ ദി സീമിംഗ്ലി കണ്ടിന്യൂ ടു എക്സാസ്പെറേറ്റ് ഹർ പേരൻസ്. കൊള്ളാം. എൻ്റെ പൊന്നെ. പ്രൈം മിനിസ്റ്റർ മോദി ബ്രിങ്സ് ഇൻ ദ സ്കീം PMRY for the development of youngsters. Okay, I vained from kitchen after breaking a glass. I disappeared. Okay. The meeting is going to be commenced on next week. On next week alla, the meeting is going to be commenced next week. On next week എന്ന് പറയില്ല കേട്ടോ, അത് കട്ട് ചെയ്തോളാം. Okay, the apparent waning of mushrooming firms is the result of unhealthy fixture among them. Okay, unhealthy race match amongst them. Okay, it was another little doubt mushrooming about their life together. Okay, that's great. Mushrooming. ഇന്ന് ഞാൻ ആദ്യമായിട്ട് കാണുന്ന KP കുട്ടൻ്റെ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുന്നത്. ഞാൻ എന്നും ഓർക്കും KP കുട്ടൻ വന്നിട്ട് പെട്ടെന്ന് അപ്രത്യക്ഷമാവുന്നു. ബട്ട് ടുഡേ ഐ സോ യുവർ സെൻറ്റൻസ്. ദാറ്റ്സ് ഗ്രേറ്റ്. Mushrooming mushrooms and having it as food will help to raise your vitamin D levels. Okay, that's great. ഗ്രോയിങ്, അയ്യോ എടാ അഡ്ജക്റ്റീവാണ്. മഷ്റൂം വളർത്തുകയെന്നാണെങ്കിൽ നീ അവിടെ ഗ്രോയിങ് തന്നെ കൊടുക്കണം. ഇറ്റ്സ് നോട്ട് ദ മീനിങ് ലൈക്ക് വേർബായിട്ട് ഉപയോഗിക്കുന്നതല്ല കേട്ടോ, ഇത് ജെറണ്ടായിട്ട് ഉപയോഗിക്കും നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് മഷ്റൂമിങ് ആസ് ആൻ അഡ്ജക്റ്റീവാണ് കേട്ടോ. മഷ്റൂംസ് എന്ന് പറയല്ലേ കേട്ടോ അഭിലാഷേ. ദർ ഇസ് നോ സൈൻ ഓഫ് ഹിസ് സ്റ്റോക്കിംഗ് waning, so I decided to report it to the police. That's great. Waning corruption is seemingly not possible, but appropriate punishment on such types of cases will decrease its mushrooming. That's correct. The ISL has already commenced. Okay, the coaching centers are mushrooming to a great extent. Yes, they are. The death of the pet made her so depressed because she had a strong fixture with that attachment with that. ആ അറ്റാച്ച്മെൻ്റ് അല്ലേ ഇൻറ്റിമസി അർത്ഥമല്ല ഇത്. നമ്മളൊരു അറ്റാച്ച്മെൻറ്റ് പറയില്ല. അതായത് ഫിക്സ്ചർ അപ്പ് സ്റ്റോറീസ് ഒക്കെ കണ്ടിട്ടില്ലേ? ഈ അമേരിക്കൻ മൂവി, ഹോളിവുഡ് മൂവീസ് ഒരുപാടുണ്ട് ഫിക്സ്ചർ അപ്പ് മൂവീസ്. അതായത് വീട് പണിയുന്ന ഒരു അറ്റാച്ച്മെൻറ്റ്, മനസ്സിലാവും, ഒരു വീടിനോട് ചേർന്ന അറ്റാച്ച്മെൻറ്റ്. എല്ലാം എന്താ പറയുക, മെയിൻ്റനൻസ് വർക്കില്ല ആ അറ്റാച്ച്മെൻറ്റാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് അറ്റാച്ച്മെൻറ്റ്. ഇൻറ്റിമസി അറ്റാച്ച്മെൻറ്റ് അല്ല കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചോണേ. എനിക്ക് തോന്നി മീനിങ് മാറിപ്പോയിട്ടുണ്ടാവുമെന്ന്. ടുഡേയ്സ് ഫിക്സ്ചർ ഈസ് അബൌട്ട് ടു കമൻസ്. ഓക്കെ. നെയ്ബേഴ്സ് ഡിസൈഡ് ടു ക്യാച്ച് അപ്പ് റോബേഴ്സ്. ക്യാച്ചപ്പ് അല്ല, ക്യാച്ച് റോബേഴ്സ്, നോട്ട് ക്യാച്ചപ്പ്. ക്യാച്ചപ്പ് വിത്ത് സമ്മൺ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അർത്ഥം? അവരുമായിട്ട് ബീൻ ടച്ച് വിത്ത് സമ്മൺ ആഫ്റ്റർ എ ലോങ് ടൈം, അതാണ് ക്യാച്ചപ്പ്. അതല്ലേ ക്യാച്ച് റോബേഴ്സ് ബിഫോർ ഹീസ് വെയിനിങ്. റോബേഴ്സ് ബിഫോർ ഹീസ് വെയിനിങ് പറയില്ല. റോബർ ഒരു റോബർ ആണെങ്കിൽ ഹീസ് വെയിനിങ് കൊടുക്കാം. റോബേഴ്സ് ആണെങ്കിൽ ദേ ആർ വെയിനിങ് കൊടുക്കണ്ടേ ആരതി. ഈവൻ ദോ ദ കോവിഡ് ഗെറ്റ്സ് വെയിൻസ് അപ്പ് ദി സൈഡ് ഇഫക്ട്സ് അമൻസ്. ഈവൻ ദോ ദ കോവിഡ് ഗെറ്റ്സ് വെയിൻസ് അപ്പ് ദ സൈഡ് ഇഫക്ട്. അപ്പോൾ കോമ ഇട്ട് കൊടുക്കുക ആദ്യ. ഓക്കെ. Seemingly, India is about to emerge as the third largest economy of the world after surpassing Japan in 2023 in accordance with a report published by the CII. Human concentration is waning out in Kerala's government policy departments. Okay, that's great. Status quo of our economy is waning day by day. Central bank and government should vary the interest rate part with inflation in order to fixture പറയില്ലടാ കാര്യം. ഫിക്സർ ഇസ് നോട്ട് എ വേർബ്. അപ്പോൾ അതാ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ്. ഇൻ ഓർഡർ ടു ഫിക്സ് കുറച്ചോ, അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. മഷ്റൂമിങ് ക്യാരക്ടർ ഓഫ് ടെർമൈറ്റ്സ് ആഫ്റ്റർ ഫ്ലഡ് ഇസ് എ സീരിയസ് പ്രോബ്ലം ഇൻ സം ഏരിയാസ്. യെസ്. ജോർജ്, ഹൗ ആർ യു? എന്തുണ്ട് ജോർജ് വിശേഷങ്ങൾ? മെനി പീപ്പിൾ ബിലീവ് ദാറ്റ് ബ്ലാക്ക് മാജിക് ഇസ് എ പനീഷ്യ ഫോർ ഓൾ സെറ്റ് ബാക്ക്. വിചാരിക്കാറുണ്ട് അല്ലേ? സെറ്റ് ബാക്ക് ഒറ്റ വാക്കല്ലേ സോനല്ലേ? സെറ്റ് ബാക്സ്, ഓൾ പ്രോബ്ലംസ് അല്ലേ? പ്ലൂറലുണ്ട് അതിന്. ഓൾ സെറ്റ് ബാക്സ് ഒറ്റ വാക്ക് കേട്ടോ. The government vained spelling WAI ഇല്ല ടോമിലെ WANE ഉള്ളൂ. Government vained the distribution of income to the government employees due to inflation. Happiness is mushrooming in everyone. That is great. My interest in watching IPL is waning. ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. നല്ല നന്ദിശ, കൊള്ളാം. The parasites start mushrooming
on the tree. Okay. Growth of my plant wanes, so I buy some fertilizers and give more water. പശ്ചാത്തല ആയതുകൊണ്ടാണ് കമൻറ്റ് ഇടാൻ കഴിയാത്തത്. ഇറ്റ്സ് ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. നീ ഓൾറെഡി പറഞ്ഞായിരുന്നു യാത്രയിലാണ്, ഐ നോ. ഞാനത് ഓർമ്മയിലുണ്ടോ, യാത്രയിലാണെന്ന് ഇടയ്ക്ക് ഞാൻ ചോദിക്കാറില്ലേ. ഇറ്റ്സ് ഓക്കെ, ബട്ട് യു ആർ ലിസ്ണിംഗ് ടു ഇറ്റ് അല്ലേ, അതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഐ എം സോ ഗ്ലാഡ് ടു ഹാവ് യു ഓൺ ബോർഡ്. നൗ നഴ്സിംഗ് കോളേജസിൻ്റെ സ്പെല്ലിംഗ് നോക്കി, ഇത് കൊളാഷസ് എന്നാണ് ജോമി. കൊളാഷ്, COLLAG, കൊളാഷ. നമ്മൾ കൂട്ടി ഒട്ടിക്കുന്ന പേപ്പേഴ്സൊക്കെ കൂട്ടി ഒട്ടിക്കുന്ന കൊളാഷ് അല്ലേ, ഫോട്ടോസൊക്കെ കൂട്ടി ഒട്ടിക്കുന്ന ആ കൊളാഷ്. കോളേജ് ആകുമ്പോൾ E വേണം, എക്ക് പകരം E വേണം. LLE ആർ മഷ്റൂമിങ് ലൈക്ക്. ലൈക്സ് അപ്പിയോടോ, ലൈക്ക് ആണ്. മഷ്റൂമിങ് ലൈക്ക് എന്തുപോലെ, അത് കൂടെ കൊടുക്കണം. ഈവൻ ദോ ദ വേൾഡ് കപ്പ് വിൽ കമൻസ് ഓൺ നവംബർ, അല്ല, ഇൻ നവംബർ. മന്തിന് മുമ്പിൽ ഇന്ന് കൊടുക്കണ്ടേ Vinu, yet the curiosity is already mushrooming among fans. It is seemingly evident from the studies conducted by environmentalists that a slew of endangered species is extincted. Oh God. Extincted alla, extinct. Adjective already extinct എന്ന് പറയുന്നത് കേട്ടോ. അതിൽ നമ്മളെ എന്തിനാണ് ED ഫോമുലേഷൻ കൊടുക്കുന്ന വേർബിൻ്റെ കൂടെയാണ്. എക്സ്റ്റിങ്ക്റ്റ് ഇസ് ആൻ അഡ്ജക്റ്റീവ്. അതൊരു ഗ്രാമാറ്റിക്കൽ അറിയാം. PYക്ക് വന്നു ബാങ്ക് എക്സാമിന്, എനിക്ക് തോന്നുന്നു SBI POയുടെ തോന്നുന്നു, അല്ല SBI ക്ലർക്കിൻ്റെ ഒരു ഇതിൽ വന്ന എക്സ്റ്റിങ്ക്റ്റഡ് പറയില്ല. കാര്യം എക്സ്റ്റിങ്ക്റ്റ് ഒരു അഡ്ജക്റ്റീവ് ഓൾറെഡി, അതിൻ്റെ കൂടെ ED ഫോമുലേഷൻ കൊടുക്കില്ല. നമ്മളൊരു വേർബിൻ്റെ കൂടെ ED ഫോമുലേഷൻ കൊടുക്കുമ്പോഴാണ് നമുക്ക് V3 ഫോമായിട്ട് അതിൻ്റെ അഡ്ജക്റ്റീവ് കിട്ടുക. ലൈക്ക് സ്റ്റാർട്ടഡ് അല്ലേ, പ്രൊക്രാസ്റ്റിനേറ്റഡ്, അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻ സംതിങ് ലൈക്ക് ദാറ്റ്. മനസ്സിലായോ ആ സംഭവം? ഓർത്തോണേ, ആരുടെ ഒന്ന് നോട്ട് ചെയ്തോണം. എക്സ്റ്റിങ്ക്റ്റ് ഉള്ളൂ കേട്ടോ. ട്രീസ് ആർ വെയിൻ ബൈ ഹ്യൂമൻ, ഡിക്രീസ്ഡ് അല്ലേ. നോട്ടീസ് ഇസ് ഫിക്സ്റ്റേഡ്, ഇല്ലില്ല രശ്മി, ഫിക്സ്റ്റർ ഇസ് നോട്ട് എ വേർബ് അല്ലേ, വേർബ് അല്ല. ഓക്കെ, ഒന്ന് ഓർത്തോണേ. അപ്പോൾ ഫിക്സ്ഡ് ഓർത്തോ. ഓൺ ദ സ്ക്രീൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ വെന്യൂ വെൻ ദ ഇവന്റ് വിൽ ബി കമൻസ്ഡ്. Social solidarity program of current year commenced on 22nd October and ended on 16th. Okay, yes. Qualifying for the mains exam seemingly as per foretelling of the എടാ അവിടെ ഒരു മാറ്റം ഉണ്ടേ. Qualifying for the mains exam is seemingly as per the foretelling of the monk. കാര്യം നമുക്കവിടെ ഇതില്ലല്ലോ, വേർബ് നീട്ടിട്ടില്ല, വേർബ് ഇസ് മിസ്സിങ് കേട്ടോ. ഫിക്സ്ചർ മനസ്സിലായില്ല, അതാ ഞാൻ പറയുന്നത്. ഫിക്സ്ചർ എന്ന വാക്കിന് രണ്ടർത്ഥം. നൗൺ ആണ് ആ സാധനം. ഫിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഒരു മാച്ച്, ഗെയിം, റേസ്, ഒരർത്ഥം, ബ്രിട്ടീഷ് മീനിങ്. അല്ലാത്ത ഫിക്സ്ചർ എന്ന് നമ്മുടെ അറ്റാച്ച്മെൻ്റ് ഇല്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനോട് ഒരു അഡിഷൻ, അതിനെയാണ് ഫിക്സ്ചർ എന്ന് പറയുക. അല്ലാതെ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് മറ്റേ അർത്ഥമില്ലേ, ഇൻറ്റിമസി അറ്റാച്ച്മെൻ്റ് അല്ല. ഫിക്സ്ചർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? നമ്മളീ പറയുന്ന, ഞാനതാ പറഞ്ഞു, ഫിക്സ്ചർ അപ്പോൾ സ്റ്റോറീസ് ഉണ്ടെന്ന് പറയുന്നത്. നമ്മളൊരു കാര്യത്തിൻ്റെ കൂടെ ഒരു കാര്യം അറ്റാച്ച് ചെയ്ത് വെക്കുക. ഇൻസ്റ്റലേഷൻ എന്ന് പറയില്ലേ, എനിക്കിപ്പോൾ എന്തെങ്കിലും സാധനം ഞാൻ പണിയുക, അപ്പോൾ പണിയുന്നതിൻ്റെ കൂടെ ഞാനെന്ത് ചെയ്തു, ഒരു കാര്യം ചെയ്യാം, ഇത് ഈ ഒരു ഡോറിൻ്റെ കൂടെ ഒരു ഹാൻഡിലൂടെ അറ്റാച്ച് ചെയ്തേക്കാം. ഒരു ഇൻസ്റ്റലേഷൻ, അഡീഷണൽ ആയിട്ട് എന്തൊരു സാധനം നമ്മൾ വെക്കുന്നില്ല, ആ അഡീഷണൽ സാധനത്തിന് ഇൻസ്റ്റലേഷൻ, അഡിഷൻ, അതിനാണ് നമ്മൾ എന്ത് പറയുക, ഇൻസ്റ്റലേഷൻ എന്ന് പറയാം. ഫിക്സ്ചർ എന്ന് പറയാം. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ ഐ ഗെസ്? ഓക്കെ, അടുത്തെന്താണ്? ഇൻഫ്രാസ്ട്രക്ചർ management of educational institutions in Punjab is fruitful approach of India to mushrooming literacy rates. Okay, the moon wanes on Amavasi day. Okay, seemingly India is having the strongest defense force in the world, but the recurring helicopter accidents are mysterious. Having പറയില്ല, possess ownership ആ പറയുന്നത്. ഹാവിങ് possessive verb ആയി ഹാവ് ഉപയോഗിക്കും. ഒരിക്കലും അതിനെ കണ്ടിന്യൂസ് ടെൻസിൽ, സിമ്പിൾ കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കില്ല. ഒരു കണ്ടിന്യൂസിലും, പ്രസൻറ്റ് കണ്ടിന്യൂസും പാസ്റ്റ് കണ്ടിന്യൂസും ഫ്യൂച്ചർ കണ്ടിന്യൂസും അതുപോലെ പെർഫെക്റ്റ് കണ്ടിന്യൂസും ഒരു കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കില്ല. ഇങ്ങനെ കൊടുക്കണേ. Seemingly, India has the strongest എന്ന് കൊടുക്കും കേട്ടോ. എമിലെ, if you clean this house, the files will wane. Okay, people build kitchen, work area as a fixture. That's great. Now malaria waned in India. Okay, now we are in a fixture to achieve our goal. Okay, nowadays mushrooming competition of human beings increasing. Our verb in the Chinese. Nowadays mushrooming competition of human beings are increasing day by day. Mushrooming competition alle. So noun singular ആണ്. You need to accept your ovary in order to reiterate the vitality of your relationship. Okay. The income of the company is mushrooming in the last quarter. The participants lined up for the fixture to commence. Okay. That's great. Mushrooming insidious. റാപ്പിഡ്ലി ഇൻക്രീസിംഗ് എന്നാണ് ശരിക്കും അതിൻ്റെ അർത്ഥം. റാപ്പിഡ്ലി ഗ്രോയിങ്, റാപ്പിഡ്ലി ഇങ്ങനെ പരന്ന് പന്തലിക്കുന്ന ഒരർത്ഥത്തിൽ ഓർത്താൽ മതി കേട്ടോ. കൂണ് പോലെ എന്ന് പറയില്ല നമ്മൾ, ലിറ്ററലി ആ മീനിങ്ങാണ്.
We will commence building work in August of next year. Okay, that's great. അടുത്ത നോക്കാം. I wake up early but probably late to reach office today because of my habit. കേട്ടോ അനുപേ. So I commence to avoid that possibility. FIFA World Cup 2022 will commence in November of 2022. Fixture on an existing building sometimes leads to already verb അവിടെ ഉണ്ട്. അപ്പോൾ ഈസ് കൊടുക്കേണ്ട പ്രവീണ. കാര്യം B+V5 നമ്മൾ ഒരിക്കലും കൊടുക്കില്ല. ബിയുടെ കൂടെ ing കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. ഫിക്സ്ചർ ഓൺ ആൻ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ഈസ് സംടൈംസ് ലീഡിങ് ടു എക്സ്ട്രാ വാക്കൻസി എന്ന് കൊടുത്ത് എക്സ്ട്രാ ഓക്കെ വാക്കൻസി അല്ല. ഓവർ തിങ് ഈസ് വെയിൻ ഓഫ് ഹാപ്പിനെസ്. വെയിൻ എന്ന് പറയുന്ന വേർബാണ്. ഈസ് വെയിൻ എന്ന് പറയുമ്പോൾ നൗൺ ആയിട്ടല്ല ഉപയോഗിക്കുക. നമ്മു നോട്ട് നൗൺ, വേർബായിട്ട് ഉപയോഗിക്കുക കേട്ടോ. ഇങ്ങനെ കൊടുത്താൽ മതി. ഓവർ തിങ്കിങ് വെയിൻസ് ഹാപ്പിനെസ് എന്ന് കൊടുത്താൽ മതി. ഈസും ഓഫും കട്ട് ചെയ്തോളാം. Over thinking wanes happiness. Okay. Has the FIFA World Cup fixture been published? Okay. The fixture of the tournament is cutthroat. I think we will witness some stunning matches. Okay. Some diseases are mushrooming during the rainy season. Yes. Moving on. ജൗസ്റ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ? ജൗസ്റ്റ് ചെയ്യാൻ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ നാളെ പറഞ്ഞിട്ടുണ്ട്. നൗണായിട്ടും വേർബായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ടൂർണമെൻറ്റ് അല്ലെങ്കിൽ കോമ്പാറ്റ്. വേർബായിട്ട് വരുമ്പോൾ ഫൈറ്റ് ചെയ്യുക, കോമ്പീറ്റ് ചെയ്യുക, കോൺടെസ്റ്റ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം ജൗസ്റ്റ്. എപ്പോഴും ഫിനാൻസ് പോട്ടെ, സ്പോർട്സ് ആർട്ടിക്കിൾ നമ്മൾ വായിക്കുമ്പോൾ ജൗസ്റ്റ് എന്ന വാക്ക് വന്നിട്ടുണ്ട്. ഇതുവരെ വരാത്ത ദിവസങ്ങളില്ല, ഓർത്തോണം അത്. അടുത്ത ഫോൾട്ടർ എന്ന് വെച്ചാൽ വേർബാണ്. ഹെസിറ്റേറ്റ് ചെയ്യുക, ഒന്ന് മടിക്കുക, റിലക്റ്റൻ്റ് ആവുക അല്ലേ, അല്ലെങ്കിൽ ഡിലേ ചെയ്യുക, വേവർ ചെയ്യുക, ഒന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം ഫോൾട്ട്. അടുത്ത ബ്ലെമിഷ് എന്ന് പറഞ്ഞാൽ നൗണായിട്ടും വേർബായിട്ട് ഉപയോഗിക്കാവേ. ഇംപെർഫെക്ഷൻ, ഫ്ലോ, ഫോൾട്ട് എന്നൊക്കെ പറയില്ലേ, ആ സാധനം. അപ്പോൾ ബ്ലെമിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാറുക, സ്പോയിൽ ചെയ്യുക, അന്ന് ഡാമേജ് ചെയ്യുക എന്നൊക്കെ പറയും. അതാണ് ബ്ലെമിഷ്. അടുത്ത ബോൾസ്റ്റർ, കേട്ട് പരിചയമുണ്ട്, സ്ഥിരമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ വാക്കാണ്. സ്ട്രെങ്തൻ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, റീഇൻഫോഴ്സ് ചെയ്യുക, ബൂസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയാൻ പറ്റും. ഫോർട്ടിഫൈ ചെയ്യുക എന്നൊക്കെ പറയില്ലേ, സ്പോട്ടിഫൈ അല്ല, ഫോർട്ടിഫൈ. അടുത്ത അജൈലാണെന്ന് പറഞ്ഞാൽ അർത്ഥം ജിൽജിലാണെന്ന് അർത്ഥം കേട്ടോ. അജൈലാണെന്ന് പറഞ്ഞാൽ ജിൽജിൽ, നിംബിൾ, സ്പ്രൈറ്റ്ലി, ആക്റ്റീവ്, ലൈവ്ലി എന്നൊക്കെ നമുക്ക് പറയും. അജൈലാണെന്ന് കേട്ടോ, ഓർത്തണം. ഓക്കെ. ആക്സിഡൻറ്റ് കേസ് മഷ്റൂമിങ് ഡേ ബൈ ഡേ ഡ്യൂ ടു വേഴ്സ് കണ്ടീഷൻസ് ഓഫ് റോഡ്സ്. ഈ വാക്കുകൾ കേട്ടോ, ഈ സ്ലൈഡിലുള്ള വാക്കുകളെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന വാക്കുകളാണ്. അജയിലും ബോസ്റ്ററും ബ്ലെമിഷും ഫോൾട്ടും ജൗസ്റ്റും ഓർത്തോണം അത്. ഓക്കെ, നോക്കാം. India's rate of poor people is waning over the past 5 years. On the contrary, the hunger index figures proves the opposite. Yeah. VT Bhattadiripat dream അല്ല, VT Bhattadiripat അദ്ദേഹത്തിൻ്റെ അപ്പസ്ട്രോഫീസ് കൊടുക്കണേ. Was mushrooming the number of schools and waned the number of temple. Okay. I can see in me there are many. I can see there are in me vedallodanube there are many mushrooming problems. Seemingly it is going to become good for my future. Okay. All right. There is a joust between Apple and Facebook. There is a fight between Apple and Facebook. That's great. Sentence വരുന്നില്ലല്ലോ, എന്ത് പറ്റി? വേഗം ആട്ടെ. State Junior Athletics comments yesterday. Using Fair and Lovely helps reduce blemishes on our face. ശരിയാ, തൊലി അങ്ങ് പൊളിഞ്ഞു പോരും. She faltered to take part in the joust because of a tiny blemish on her face. Okay. The team joined the joust to joust with contestants. Okay. At 24/7 always conducts agile PYQ sessions. Yeah, we do. Last IPL joust was won by Gujarat team. That's great. Moving on. SBPയുടെ ക്ലാസ്സുകൾ ഓടുന്നുണ്ട് നന്നായിട്ട്. അതുപോലെ SBI ക്ലർക്കിൻ്റെ ക്ലാസ്സിൽ പോകുന്നുണ്ട്. SBPO കുറച്ച് കൂടിയാണ്, അഡ്വാൻസ് ലെവലിലാണ് നമ്മൾ പോകുന്നത്. ക്ലർക്ക് ആകുമ്പോൾ ബേസിക് ലെവലിൽ നമ്മൾ കൈകാര്യം ചെയ്ത് പോകുന്നുണ്ട്. എക്സാം ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാം ക്ലർക്കിൻ്റെ ഒക്കെ. അപ്പം പഠനം ഉഷാറായിട്ട് പോവുകയാണ്, തകൃതിയായിട്ട് പോവുമെങ്കിൽ ഓക്കെ. സെൽഫാണ് പഠിക്കുന്നതെങ്കിൽ വൈകുന്നേരങ്ങളിൽ നമ്മുടെ ബാങ്ക് എക്സാമിൻ്റെ ക്ലാസ്സുകളുണ്ട്, പ്രാക്ടീസ് സെഷൻസ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്. അറ്റൻഡ് ചെയ്യുക, പഠിക്കുക യൂട്യൂബിൽ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ. അതുപോലെ തന്നെ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എൻ്റെ കോഡ് ഉപയോഗിക്കാം, Y314 Y314 എന്ന കോഡ് ഉപയോഗിക്കുന്നതിന് മറക്കണം. അപ്പോൾ നമുക്ക് നോക്കാം മറ്റ് വേർഡ്സ്. ഇഗ്നോമിനിയസ് കേട്ടുണ്ടോ? ഇഗ്നോമിനിയസ് എന്ന് പറഞ്ഞാൽ വളരെ നാണക്കേടായല്ലോ. എംബാരസിങ്, അൺഡിഗ്നിഫൈഡ്, ഷെയിംഫുൾ എന്നർത്ഥം. ഹ്യൂമിലിയേറ്റിംഗ്,
എംബാരസിങ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, നാണം കെട്ടതായിപ്പോയി, നാണം കെട്ട പരിപാടിയായിപ്പോയി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ഇഗ്നോമിനിയസ്. ഇഗ്നോമിനിയസ് മീൻസ് ഹ്യൂമിലിയേറ്റിംഗ്, എംബാരസിങ്, അൺഡിഗ്നിഫൈഡ്, ഷെയിംഫുൾ എന്നർത്ഥം. ഓർത്തോണം കേട്ടോ. അതുപോലെ പിനക്കിൾ, പിനക്കിൾ ഓഫ് സക്സസ് ഒക്കെ കേട്ടിട്ടില്ലേ? പിനക്കിൾ കഴിഞ്ഞ ദിവസം +2 പ്രിലിംസിൽ ചോദ്യം വന്നാൽ പിനക്കിളിൻ്റെ ഏതോ ഒരു വാക്കിൻ്റെ സിനോണിം അല്ലാത്തതെന്നും ചോദിച്ചു അല്ലേ? പിനക്കിൾ മീൻസ് പീക്ക്, ഹൈറ്റ്, അപ്പെക്സ്, സെനറ്റ്, സമ്മിറ്റ്, ഉച്ചിയിൽ, ദാറ്റ്സ് ഇറ്റ്. അടുത്ത ഫ്രജൈലിറ്റി. ഫ്രജൈൽ എന്ന് പറയുന്ന അഡ്ജക്റ്റീവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രജൈലിറ്റി മനസ്സിലായി കാണുമായിരിക്കുമല്ലോ. ഫ്രജൈൽ അഡ്ജക്റ്റീവാണ്, വളരെ വീക്ക് ആയിട്ടുള്ളതെന്ന് അർത്ഥം. അപ്പോൾ ഫ്രജൈലിറ്റി മീൻസ് ഫ്രെയിൽറ്റി, വീക്ക്നെസ്, അതുപോലെ ഡെലിക്കസി, വൾനറബിലിറ്റി, ദാറ്റ് ഈസ് ഫ്രജൈലിറ്റി. അപ്പോൾ ഫ്രജൈലിറ്റി നൗണാണ്, TY വാക്കുകൾ. അപ്പോൾ അഡ്ജക്റ്റീവാണ് ഫ്രജൈൽ എന്ന വാക്ക്, മറക്കണ്ട. അടുത്ത സ്കപ്പർ. സ്കപ്പർ എന്ന് പറഞ്ഞാൽ റൂയിൻ, നശിപ്പിക്കുക, റെക്ക്, ഡിസ്ട്രോയ്, ഡാമേജ്, സ്പോയിൽ, മാർ, അതിനെയാണ് സ്കപ്പർ എന്ന് പറയുക. ഓർത്തോണം, സ്കപ്പർ ചെയ്യുക എന്ന് പറഞ്ഞാൽ റൂയിൻ ചെയ്യുക, ഡിസ്ട്രോയ് ചെയ്യുക, ഡാമേജ് ചെയ്യുക, സ്പോയിൽ ചെയ്യുക എന്നൊക്കെയാണ്. അടുത്ത ഒമിനസ്ലി. ഒമിനസ് കേട്ടോ, ഒമൻ കേട്ടില്ല, ഒമൻ. അപ്പോൾ ഒമിനസ്ലി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വാർണിംഗ്, സംതിങ് ബാഡ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ, എന്തോ വരാൻ പോകുന്നുണ്ട് കേട്ടോ, എന്തോ സംതിങ് ഇസ് ഗോൺ ഹാപ്പൻ എന്നൊരർത്ഥത്തിൽ പറയില്ലേ. നമ്മളെ ത്രട്ടൻ ചെയ്യുന്ന ഒരു കാര്യത്തിനാണ് ഒമിനസ്, ത്രട്ടനിങ് എന്നാണ് ഒമിനസിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ കൂടെ എൽവ ഇട്ടപ്പോൾ നമുക്ക് അഡ്വേർബ് കിട്ടും കേട്ടോ. ഓർത്തോണേ, അഡ്ജക്റ്റീവിൻ്റെ കൂടെ എൽവ ഇട്ടാൽ അഡ്വേർബ് കിട്ടും. സോ ദിസ് ഇസ് അഡ്വേർബ്. ഞാൻ എഴുതിയപ്പോൾ അത് മാറിപ്പോയല്ലേ, എന്താണ് റിൻഡു? ഇറ്റ്സ് അഡ്വേർബ് കേട്ടോ പിള്ളേർ, ഇറ്റ്സ് നോട്ട് അഡ്ജക്റ്റീവ്, ഇറ്റ്സ് അഡ്വേർബ്. അപ്പോൾ അഡ്വേർബാണ്. ഒമിനസ്ലി എന്ന് പറഞ്ഞാൽ ത്രട്ടനിങ്, അല്ലെങ്കിൽ മെനേസിംഗ്ലി, ത്രട്ടനിങ്ലി, മെനേസിംഗ്ലി, അല്ലെങ്കിൽ ബെയിൽഫുള്ളി, നമ്മളിങ്ങനെ ത്രട്ടൻ ചെയ്യിപ്പിക്കും, എന്തോ മോശമായിട്ട് വരാൻ പോകേണ്ടതെന്നൊക്കെ പറഞ്ഞു. അതിനെയാണ് അഡ്വേർബ് എക്സ്പ്രഷനാണ് ഒമിനസ്ലി കേട്ടോ. നോക്കട്ടെ. Don't hesitate to open up. Okay, she faltered to attend the meeting. Look for bolster in every moment. Yes. KP കുട്ടി നീ പറ്റില്ലടാ നിന്നെ കൊണ്ട് എനിക്ക്. He faltered me not to do good things. Yes, you have a complete right to bolster him. Okay, it's our responsibility to bolster our own mental power. Agility is very important for a player to bolster his game. Keep always with agile mind. കീപ്പ് അപ്പ് വിത്ത് എന്ന് പറഞ്ഞു, എന്നാലേ വിത്തിൻ്റെ കൂടെ വരുള്ളൂ, വെറുതെ വിത്ത് വരില്ല. കീപ്പ് ആൻ അജൈൽ മൈൻഡ് എന്ന് പറയുള്ളൂ കേട്ടോ അനുപമ. കാര്യം കീപ്പിൻ്റെ കൂടെ ഒബ്ജക്റ്റ് വേണം, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, അത് ഫ്രേസൽ വെർബ് ആയിട്ട് കൊടുക്കാം. കീപ്പ് അപ്പ് വിത്ത് അജൈൽ മൈൻഡ് കൊടുത്തു. ലൈഫ് ഇസ് എ ജൗസ്റ്റ് ഓഫ് ചാലഞ്ചസ്, കാർവിംഗ് വൺസ് എബിലിറ്റി ടു അഡോപ്റ്റ് ടു ഫ്ലക്ച്വേറ്റിംഗ് സൊസൈറ്റി സിറ്റുവേഷൻസ്. അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ടല്ലേ, വലിയൊരു മഹനീയനായ മനുഷ്യൻ. ഗാർഗെ ആൻഡ് തരൂർ, ജൗസ് ബിറ്റ്വീൻ ദം for INC chairman position. Yes, the three tiers of government must bolster the principles adhering to adjective formulation of participle form avada vendetta the principles adhering to the Constitution of India. The blemish of the advertisement led to the downfall of the business. Okay, she bolstered her to get rid of her blemishes. We hope that India has a bolster team to win the World Cup. Her agile nature helps to bolster her loved ones. Okay, she's an agile member of the club. If we don't care endangered species, it will wane from the world. Okay, great sentence. Virat Kohli was encompassed by criticisms while he is in a logjam of poor form, but his agile approach towards fixing his blemishes bolster his performance. Great. I never falter to express my personal opinions in many social and political issues. Okay. All right. He scuppered everything. That's great. Human sacrifice is ignominious act of Keralites. Some people ask ignominious questions to scupper us. Yes. Recently, some ignominious police officers make problems to entire police department. Yeah. The actress was at the pinnacle of her success career, which scuppered her career. Okay. The ignominious situation scuppered his confidence. Okay, her ignominious past faltered her from take part അല്ല, ഫ്രം കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് വേണം. ഒബ്ജക്റ്റ് ആയിട്ട് വെർബിന് എങ്ങനെ കൊടുക്കാം? സുമി ടേക്കിംഗ് പാർട്ട്, ING കൊടുത്തോ. ടേക്കിംഗ് പാർട്ട് ഇൻ എ ഫാമിലി ഫംഗ്ഷൻ. ദ ഗൂൺസ് ഒമിനസ്ലി ദ നെയ്ബേഴ്സ് ടു സൈൻ ദ എഗ്രിമെന്റ്. എടാ ത്രറ്റൻഡ് എന്നാണോ? എങ്ങനെ ഇത് കൊടുക്കാം? ദ ഗൂൺസ് ത്രറ്റൻഡ്, അത് വെർബായിട്ട് കൊടുക്കുമ്പോൾ ത്രറ്റൻഡ് കൊടുക്കുക. ഇത് അഡ്വേർബൽ എക്സ്പ്രഷൻ ആട്ടോ. എമിലെ വാച്ചിങ് TV scupper our study time. Okay, the Alandur case became an ignominious case to Kerala. വെറും ആനെ കൊടുക്കരുത്. ബിക്കം ignominious to Keralites കറക്റ്റാണ്. ആൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും ഒരു നൗൺ കൊടുക്കണേ, ശ്രദ്ധിച്ചോണം. അടുത്ത് നോക്കട്ടെ.
Elandur cases ignominious to പറഞ്ഞു. Don't blemish your time. Whatever the reason, the child death cases in Gambia are ignominious. He was a drunkard and scuppered everything. I went into the kitchen and found him lying ominously still on the floor. That's great. Let us rise to the pinnacle. Okay, ignominious approach towards school officials make the ignominious approach school officials make the student. The ignominious approach of school officials, keto MLA of school official makes the student unhappy. Don't you blemish your valuables for him. Okay, I am in a pinnacle of euphoria. That's great. He scuppered his fragility to reach the pinnacle. Ominously meaning ഒന്നുകൂടെ പറയാലോ. ominously എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ threateningly, പേടിപ്പെടുത്തുന്ന, അല്ലേ, വളരെ എന്താ പറയുക, നമ്മളെ ഞെട്ടിപ്പിക്കുന്ന, menacingly, balefully എൻ്റെ അർത്ഥം കേട്ടോ. Superstitious beliefs make our society fragile. Yep. The act of human sacrifice was ignominious. News to Keralites. That's great. The captain fears that the ominously agile storm could scupper the ship. That's great. Pooja faltered to speak in public. Pooja falters. Keta. Pooja is singular, upper verb singular. Okay, alle. Aduthalottu povam. Yeah. Finally, last set of words. Bottleneck. Bottleneck എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിറ്ററലി ബോട്ടിലിൻ്റെ നെക്കില്ല, അതിന് ബോട്ടിൽ നെക്ക് എന്ന് പറയാം കേട്ടോ. ആ ബോട്ടിൽ നെക്ക് നമ്മൾ വെക്കണ എന്തിനാ? ബോട്ടിലിൻ്റെ നെക്ക് ഇട്ട് വെക്കില്ലേ, അടച്ചു വെക്കണം. ഇറ്റ്സ് എ ബ്ലോക്ക്, ഇറ്റ്സ് എ റെസ്ട്രിക്ഷൻ, കൺജഷൻ, ജാം. അതിനാണ് ബോട്ടിൽ നെക്ക് എന്ന് പറയാം കേട്ടോ. നൗണാണ്, യൂസ് ചെയ്യാറുണ്ട്, നമ്മളത് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ബോട്ടിൽ നെക്ക് എന്ന് പറഞ്ഞാൽ ജാം, ബ്ലോക്ക്, റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ കൺജഷൻ എന്ന് പറയാം. അടുത്ത ഡെബക്കിൾ. ഡെബക്കിൾ മീൻസ് ഫിയസ്കോ, തോൽവി, ഫെയിലിയർ, കാറ്റസ്ട്രോഫി എന്നൊക്കെ പറയാം. ദാറ്റ് ഇസ് ഡെബക്കിൾ. പഠിച്ചിട്ടുണ്ട് നമ്മൾ കേട്ടോ. ആൻഡ് ദെൻ ഇൻറ്റ്യൂട്ടീവ്. വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള എന്ന് പറഞ്ഞതിന് അർത്ഥം, ഇൻറ്റ്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിങ്ക്റ്റീവ്. ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, എനിക്കുണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള. ഇന്നേറ്റ്, ഇൻഹെറൻറ്റ്, നാച്ചുറൽ, അതാണ് ഇൻറ്റ്യൂട്ടീവ്. അഡ്ജക്റ്റീവ് ആണേ. പിന്നെ മോറസ്. മോറസ് ഇസ് കൺഫ്യൂഷൻ, കയോസ്, മഡിൽ അല്ലെങ്കിൽ ക്വാക്മയർ. അതിനാണ് മോറസ് എന്ന് പറയാം. ഓർത്തോണം കേട്ടോ. ഇതാണ്, ദീസ് ആർ ദ വേർഡ്സ് പീപ്പിൾ, ദീസ് ആർ ദ വേർഡ്സ്. The government arranged a special team to put the perpetrator under espionage after the cropping up of ominous crimes. Anju, good morning. They hope that a result of failure to agree with us, the other arrangements will be scuppered. Okay. Russian government ominously connected to Ukrainian government preceding the onset of the invasion of Israel. Great. Ominously frightening case scene made her fragile. Okay, you are now at the pinnacle professionally, but this is an ignominious act. Shame on you. All right, Arun. The pinnacle of G20 countries in 2024 is a milestone of end. Milestone to success, milestone to something. That's it. Okay. The fragility of poor people is utilized well by the political parties of India. അപ്പോൾ ഇത് ഓർത്ത് വെച്ചോണേ. നമുക്ക് നേരെ ആർട്ടിക്കിളോട്ട് പോകും. ഇറ്റ്സ് ഓൾമോസ്റ്റ് 9:20. 10 മിനിറ്റ് നമ്മൾ ആർട്ടിക്കിൾ വായിച്ച് എടുത്തിരിക്കണ്ടേ. വായിക്കാം. ലെറ്റ്സ് മൂവ്. പറഞ്ഞു അല്ലേ. മൂവിങ് ഓൺ. മിഷൻ ഡൗൺ അണ്ടർ. അപ്പോൾ നമ്മൾ വായിക്കാൻ പോകുന്നത് നമ്മുടെ T20 വേണ്ടിയിട്ട്, വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് ഇന്ത്യ എന്താണ് പ്രിപ്പയർ ആകാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇന്ത്യയുടെ ആ ഒരു ICC ട്രോഫീസിലോട്ടുള്ള ഇന്ത്യയുടെ അച്ചീവ്മെൻറ്റിനെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിളാണ്. ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ഇതുവരെയുള്ള വൊക്കാബുലറി ഓക്കെ ആണെങ്കിൽ ഒരു തംസപ്പ് ഇട്ടിട്ട് നമുക്ക് തുടങ്ങാം. അതുപോലെ ഇഫ് യു ലൈക്ക് മൈ സെഷൻ, ഒരു ലൈക്ക് ഇട്ട് പിള്ളേരെ, ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. പകുതി പിള്ളേർ പോലും ലൈക്ക് ഇട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ദാറ്റ്സ് എ ഷെയിം ഓൺ യു പീപ്പിൾ, ഷെയിം ഓൺ യു. അപ്പോൾ നമുക്ക് പോകാം ആർട്ടിക്കിളോട്ടോ. മിഷൻ ഡൗൺ അണ്ടർ. India must be looking at the end of drought of ICC trophies. ICC ട്രോഫീസിൻ്റെ ഡ്രൗട്ടാണ്, ക്ഷാമമാണല്ലേ, അല്ലെങ്കിൽ വരൾച്ചയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ത്യ എന്ത് ചെയ്യണം? അതായിരിക്കണം ഇന്ത്യ ഹോപ്പ് ചെയ്യുന്നത് അല്ലേ. ഇന്ത്യ മസ്റ്റ് ബി ഹോപ്പിംഗ് ടു എൻഡ്, അത് എൻഡ് ചെയ്യണം, ആ ഡ്രൗട്ടിനെ എൻഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. സോ ലെറ്റ് സി. വെൻ ഡിഫെൻഡിംഗ് ചാമ്പ്യൻ ഓസ്ട്രേലിയ takes on last edition's runner-up New Zealand at Sydney on Saturday, the ICC 2020 World Cup would have made a quick turnout around from its previous edition that was held last year in the United Arab Emirates, UAE. The COVID-19 pandemic affected sport, and T20's Premier Championship suffered multiple changes in schedule basis, besides the logistical nightmare of venues being altered. Finally, as the virus seemingly wanes, cricket's shortest version moves down under during a time when the Indian പറഞ്ഞു വരുന്നതാണ്. കഴിഞ്ഞ ദിവസം ഡിഫെൻഡിംഗ് ചാമ്പ്യനായ ഓസ്ട്രേലിയ ലാസ്റ്റ് എഡിഷൻ റണ്ണപ്പ് ആയിട്ട് ന്യൂസിലൻഡ് അല്ലേ, ഓസ്ട്രേലിയൻ്റെ അടുത്തും എന്താണ് ഓസ്ട്രേലിയയിലെ ചാമ്പ്യൻഷിപ്പിൽ ന്യൂസിലൻഡ് റണ്ണറപ്പ് ആയപ്പോൾ സിഡ്നിയിൽ വെച്ചിട്ട് കേട്ടോ, ഓസ്ട്രേലിയയിൽ സിഡ്നി വെച്ചിട്ട് ന്യൂസിലൻഡ് അറ്റ് സിഡ്നി ഓൺ സാറ്റർഡേ വെച്ച് നടന്നപ്പോൾ ICC 2020 വേൾഡ് കപ്പിൽ
ഒരു ക്വിക്ക് ടേൺ അറൗണ്ടാണ് നമുക്ക് നടക്കുന്നത് കാണാൻ പറ്റും. ഒരു മാറ്റം, വല്ലാത്തൊരു മാറ്റമാണ് കാണുന്നത് പ്രീവിയസ് എഡിഷനിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ പ്രീവിയസ് എഡിഷൻ എവിടെ വെച്ചാൽ നടന്നത്? ഇവിടെയൊക്കെ നിങ്ങൾക്ക് CA കിട്ടുവാണെങ്കിൽ പ്രീവിയസ് എഡിഷൻ നടന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലായിരുന്നു, UAE വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതൊരു പോയിൻ്റാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെയും കഴിഞ്ഞ എഡിഷനിൽ നടന്നതും എവിടെ വെച്ചിട്ടാണ്? ഇറ്റ്സ് CA. പിന്നെ COVID-19 പാൻഡമിക് കാരണം T20 മൊത്തത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ചേഞ്ച് ഷെഡ്യൂളിൽ മാറ്റങ്ങളുണ്ട്, വെന്യൂസ് മാറിപ്പോയി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ ഈ സമയത്ത് ഫൈനലി ഇപ്പോൾ വൈറസ് സീംസ് വെയിൻസ്. അപ്പോൾ വൈറസിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇപ്പോൾ ഇല്ല, വൈറസിനെ കാണാൻ പോലും ഇല്ല, ഡിമിനിഷ് ചെയ്തിട്ടുണ്ട്, ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് വെയിൻസ്. അപ്പോൾ ക്രിക്കറ്റ് ശരിക്കും പറഞ്ഞാൽ വീണ്ടും ബാക്ക് ടു നോർമൽ എന്ന രീതിയിലോട്ട് വരുന്നു. With Indian Premium League, the Big Bash and other mushrooming leagues are eating into the international calendar. ഇപ്പോൾ കാലണ്ടറിലേക്ക് വരികയാണ് IPL ആയിക്കോട്ടെ, ബിഗ് ബാഷ് ആയിക്കോട്ടെ, അങ്ങനെ ഓരോരോ മഷ്റൂമിംഗ് ആയിട്ടുള്ള ലീഗുകൾ വരുന്നു. ഓക്കെ, വിത്ത് IPL franchises spreading footprints across the seas, especially in South Africa, contracted players are caught in an old debate borrowed from football, club versus country. For 2020, international fixtures often lost between forgettable bilateral contests in the glamorous sway of the IPL and other leagues. The T20 World Cup's 8th edition that has already commenced through its set of qualifiers will often point us to how the game could evolve through the prism of nationalism and commerce. The big game, as advertisers prefer to label it, would pit പറയുന്ന IPL ഫ്രാഞ്ചൈസസ് എല്ലായിടത്തും അതിൻ്റെ ഫുട് പ്രിൻറ്റ്സ് സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, എല്ലായിടത്തും ഇങ്ങനെ പറന്നുകൊണ്ടേയിരിക്കുകയാണ്, എസ്പെഷ്യലി സൗത്ത് ആഫ്രിക്കയിൽ. അത് കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞു. IPL ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലോട്ടുള്ളൊരു പരക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അതിൻ്റെ ഫ്രാഞ്ചൈസീസ്. പിന്നെ വാട്ട് വി ആർ ഗോയിങ് ടു ഇതെന്ന് പറയുന്നത്. പക്ഷേ അതേ സമയത്ത് കൺട്രാക്റ്റഡ് ആയിട്ട് പ്ലേയേഴ്സ് ഒരു ഡിബേറ്റിൽ ഇങ്ങനെ കുരുങ്ങി കിടക്കുകയാണ് വിത്ത് എന്തിനു വെച്ചാൽ ഫുട്ബോൾ ക്ലബ്ബുമായിട്ട്. അപ്പോൾ കൺട്രി ഫുട്ബോൾ ക്ലബ്ബുമായിട്ടുള്ളൊരു ഡിബേറ്റ് ഇവിടെ കുരുങ്ങി കിടക്കുകയാണ് ഓൾ പ്ലേയേഴ്സ്, കൺട്രാക്റ്റഡ് പ്ലേയേഴ്സ്. അപ്പോൾ 2020 ഫിക്സേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, കോൺടെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ ഗെയിമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇറ്റ്സ് ലോസ് ബിറ്റ്വീൻ ഫോർഗറ്റബിൾ ബൈലാറ്ററൽ കോൺടെസ്റ്റ്, രണ്ട് ഇതിലുള്ള കോൺടെസ്റ്റുകളോടും അതുപോലെ IPLൻ്റെ മറ്റ് അതർ ലീഗ്സിൻ്റെയും ഒക്കെ ആയിട്ട് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ 8th എഡിഷനാണ്. ഓക്കെ, അത് ഓൾറെഡി അതിൻ്റെ സെറ്റ് ഓഫ് ക്വാളിഫയേഴ്സ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൽ കുറേ പോയിൻറ്റേഴ്സ് ഉണ്ട്. ആൻഡ് ഇവിടെ നമ്മളിതിനെ നോക്കിക്കാണുന്നത് വിത്ത് നാഷണലിസം എന്ന പ്രിസം വെച്ചിട്ടാണ്. അതുപോലെ തന്നെ കോമേഴ്സ്, നാഷണലിസവും അതുപോലെ തന്നെ കോമേഴ്സ് രണ്ടുണ്ട്. ബിസിനസ് അല്ലേ, വി ആർ ടോക്കിംഗ് അബൌട്ട് ബിസിനസ് ഹിയർ പീപ്പിൾ ആൻഡ് നാഷണലിസം. അതിനെ രണ്ടിനും ബേസ് ചെയ്തിട്ടുള്ള ഒരു കളിയാണ് നമ്മുടെ IPL എന്ന് പറയുന്നത്. ആൻഡ് ഈ ഗെയിം ശരിക്കും പറഞ്ഞാൽ അഡ്വർടൈസേഴ്സ് ഒരുപാട് അങ്ങ് കളറായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നൊരു സാധനമാണ്. വുഡ് പിറ്റ് ഇൻ അഗൻസ്റ്റ് ഇന്ത്യ അഗൻസ്റ്റ് പാകിസ്ഥാൻ ആൻഡ് മെൽബോൺ ഓൺ സൺഡേ. അപ്പം അടുത്ത് വരാൻ പോകുന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളതാണ് ഓൺ സൺഡേ. The sold out contest is the third between the neighbours after Asia Cup draws in UAE. ഏഷ്യ കപ്പ് ജോസിൽ വെച്ചിട്ട് കോമ്പറ്റീഷനിൽ വെച്ചിട്ട് UAE വെച്ചിട്ട് നടന്ന ഇത് തേർഡ് കോൺടെസ്റ്റ് ആയിട്ടാണ് ഈ പറയുന്ന വരാൻ പോകുന്ന നമ്മൾ നോക്കി കാണുന്നത്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള കോൺടെസ്റ്റിനെ നോക്കി കാണുന്നത് സൺഡേ വരാൻ പോകുന്നത് കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് മൂവിങ് ഓൺ, വൈൽ those two encounters were split at 1-1 in ICC events, India often gets past Pakistan, but the latter's triumph in the T20 World Cup last year offered a counterpoint. Once this war minus the shooting template is dealt with, Rohit Sharma's men have other challenges lined up in the Super 20 stage before making it a tilt at the semi-finals and the final on November 13th. India last won an ICC event during the 2013 Champions Trophy in England. Subsequently, the men in blue have faltered. നോക്കാം. അപ്പം ഇനി ഇന്ത്യയുടെ കാര്യത്തോട്ട് വരാം. അപ്പോൾ രണ്ട് എൻകൗണ്ടേഴ്സ് സ്പ്ലിറ്റ് ചെയ്ത് വന്നത് എങ്ങനെയാണ്? 1-1 രീതിയിലാണ് സ്പ്ലിറ്റ് ആവുന്നേക്കണേ. അപ്പോൾ ഈ ICC ഇവൻറ്റ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ബാക്കിലായി പോകാറുണ്ട് പലപ്പോഴും. പക്ഷേ ലാറ്റർ ടൈം, ഫസ്റ്റുള്ള ടൈം എന്ന് പറയുന്നത് T20 ലാസ്റ്റ് ഇയർ ഓഫർ ചെയ്താണ് ഒരു കൗണ്ടർ പോയിൻ്റ് ആയിട്ട് വന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. രോഹിത് ശർമ്മേൻ്റെ മെൻ ചലഞ്ച് ചെയ്യുന്ന ലൈനപ്പ് ആയിട്ടുണ്ട്. അവരുടെ ഇടയിൽ പുതിയൊരു ചലഞ്ചസ് വരുന്നു സൂപ്പർ 12 സ്റ്റേജിൽ. അങ്ങനെ കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, തിങ്സ് ലൈക്ക് ദാറ്റ്. പിന്നെ നമ്മുടെ ലാസ്റ്റ് ICC ഈവൻ്റ് എന്ന് പറയുന്നത് 2013 ചാമ്പ്യൻഷിപ്പ് ട്രോഫിയെ പറ്റിയായിരുന്നു. ആൻഡ് 2013 CA ആണ്. ഇക്കുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. അത്രയുള്ള കൂടുതൽ വേറൊന്നും ഇല്ല, ഗ്രാമാറ്റിക്കൽ ആസ്പെക്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞ മെൻ ഇൻ ബ്ലൂ ശരിക്കും ദേ ഹെസിറ്റേറ്റഡ് ആൻഡ് ഇറ്റ് ഇസ് എ ബ്ലെമിഷ്. അതൊരു ഫോൾട്ടാണ് നമ്മുടെ ഭാഗത്ത് ചിന്തിച്ച് നോക്കുമ്പോൾ. ഫ്രം ദ കോച്ച്, നമ്മുടെ കോച്ച് രാഹുൽ ദ്രാവിഡ് ആൻഡ് രോഹിത് വോണ്ട് ടു അഡ്രസ്. ഈ ഫോൾട്ട് അവരുടെ ഭാഗത്ത് വന്നൊരു മിസ്റ്റേക്കാണ് ആൻഡ് ദേ ഹാവ് ടു അഡ്രസ് ഇറ്റ് എന്ന രീതി പറയുന്നുണ്ട്. ഹാവിംഗ് toured Australia well in the test whites over the last 5 years, India may draw strength from the other memories, but the absence of the injured duo of Ravindra Jadeja and Jasprit Bumrah
could affect plans. അപ്പം മിക്കവാറും ഇഞ്ചുവേർഡ് ആയ 2 ഡുവോയും നമ്മൾ അഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, മാച്ചിൽ അഫക്റ്റ് ചെയ്യപ്പെടാം എന്ന് പറയുന്നുണ്ട്. യെസ്, ഇറ്റ്സ് ഗോണ അഫക്റ്റ് അസ് എന്ന് നമ്മുടെ പ്ലാൻസിനെ. രോഹിത്, KL രാഹുൽ ആൻഡ് വിരാട് കോഹ്ലി കോൺസ്റ്റിറ്റ്യൂട്ട് ദ എസ്റ്റാബ്ലിഷ്ഡ് ട്രോയ്ക്ക, ബട്ട് ഇറ്റ് ഈസ് എ ട്രിബ്യൂട്ട് ടു ഹിസ് 360-degree അപ്രോച്ച് ടു ദ ബാറ്റർ. സൂര്യകുമാർ യാദവ് ഹോൾഡ്സ് ദി എക്സ് ഫാക്ടർ. അവരുടെ ഫോമിനെ പറ്റി പറയുന്നു. ഇഫ് ഹാർദിക് പാണ്ഡ്യ ക്യാൻ ലെൻഡ് ഹിസ് ഓൾ റൗണ്ട് സ്കിൽസ്, ഹാർദിക് പാണ്ഡ്യ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ സ്കിൽസും കൂടെ സെറ്റാക്കി എറിഞ്ഞാൽ ഇന്ത്യ വുഡ് ബി സെർവ്ഡ് വെൽ. അപ്പോൾ ഇന്ത്യയുടെ കാര്യത്തിൽ ഓക്കെയാണ്, ഇന്ത്യ ഈസ് ഓക്കെ, സേഫ്, സെറ്റ്. The return of Mohammad Shami bolsters the seam attack, and if the spinners can resist and fielding remains agile on big Australian. അപ്പോൾ ഇവിടെ പറയാണ് മുഹമ്മദ് ഷാമി വന്നാൽ നമ്മുടെ സീം അറ്റാക്ക് സെറ്റാവും. അപ്പോൾ സ്പിന്നേഴ്സിന് സ്പിന്നേഴ്സ് ക്യാൻ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും, ഫീൽഡിങ്ങിനെ അജയിലായിട്ട് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും ഓൺ ഓസ്ട്രേലിയൻ ഗ്രൗണ്ട്സ്. ഓസ്ട്രേലിയ നമുക്ക് പിടിച്ചെടുക്കാനുള്ളൊരു കഴിവ് കിട്ടും. ഇന്ത്യ മേ ഫാൻസി ഇറ്റ്സ് ചാൻസസ് ഓഫ് റിപ്ലിക്കേറ്റിംഗ് ഇറ്റ്സ് ട്രോഫി സക്സസ് ഫ്രം ദ ഇനാഗുറൽ എഡിഷൻ ഇൻ 2017. അപ്പോൾ വളരെ പോസിറ്റീവായ ഒരു ഔട്ട്ലുക്ക് കൂടെയാണ് നോക്കി കാണുന്നത്, പ്യോർലി അനലിറ്റിക്കലായ ഒരു സ്പോർട്സ് ആർട്ടിക്കിൾ. ഐ ഹോപ്പ് ഇതിൽ CA പാർട്ടൊക്കെ നിങ്ങൾ ഓർത്തുക, എവിടെ വെച്ച് കഴിഞ്ഞാൽ നടന്നു, ഇതിന് മുമ്പുള്ള കാര്യങ്ങൾ എപ്പോഴാണ് വിൻ ചെയ്തത്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്താൽ മതി. നത്തിങ് മോർ ദാൻ ദാറ്റ്. ഇതാണ് ആർട്ടിക്കിളിലെ കാര്യങ്ങൾ. സോ സിമ്പിൾ റീഡ്. വായിച്ചു മനസ്സിലായെന്ന് വിചാരിക്കുന്നു. യാ ഓക്കെ അല്ലേ? All right, I guess. She has an intuitive talent for singing. That's right. Don't let the bottlenecks and debacles coming our trajectory of success scupper our determination. Okay, the result was a morass of confusion. Great. Was a morass of confusion എന്ന് വേണ്ട കേട്ടോ. മോറസ് തന്നെ കൺഫ്യൂഷൻ അല്ലേ അർത്ഥം. KP കുട്ടൻ അപ്പോൾ മോറസ് എന്ന് പറഞ്ഞാൽ മതി. ഡ്രഗ്സ് ഇസ് കപ്പറിംഗ് ദ ഫ്യൂച്ചർ ഓഫ് നോട്ട് ഓൺലി ദ യൂത്ത് ബട്ട് ഓൾസോ ദ കൺട്രി. ദാറ്റ്സ് ഗ്രേറ്റ്. Ignominious decision of new GM scuppered the historical achievement of company. Okay. നമുക്ക് ക്വസ്റ്റനിലോട്ട് പോകാം കേട്ടോ. ഇതായിരുന്നു ഇന്നലത്തെ ക്വസ്റ്റൻ. ദ പാർട്ടി ഡെസ്പറേറ്റ്ലി നീഡ്സ് ന്യൂ ഡിസ്റപ്റ്റീവ് എനർജി ആൻഡ് മിസ്റ്റർ ഗാർഗെ എംബോഡി സ്റ്റെബിലിറ്റി അറ്റ് ദ കോസ്റ്റ് ഓഫ് ഡൈനമിസം. ഇതിൽ എറർ എന്താണെന്ന് സ്പോട്ട് ചെയ്ത് പറഞ്ഞേ. അപ്പോഴേക്കും ഞാൻ നിങ്ങളുടെ സെൻറ്റൻസ് വായിക്കട്ടെ. UAE after heavy rain some plants are scuppering. Okay, yes, recent news coming out from Kerala is a sharp blow to our bolstering അല്ലേ boasting about our literacy rate and progressiveness. Okay, yeah. ആൻസർ എന്താ ഇവിടെ? 2 കോൺട്രഡിക്ടറി ഫാക്ടറുകളെ പറ്റിയാണ് പറയുന്നത് അല്ലേ? സാധാരണ കോൺട്രഡിക്ടറി ഫാക്ടറുകളെ പറ്റി പറയുമ്പോൾ നമുക്ക് ആൻഡ് കൊടുക്കാൻ പറ്റില്ല. കാര്യം എന്താ വെച്ചാൽ ദ പാർട്ടി ഡെസ്പറേറ്റ്ലി നീഡ്സ് ന്യൂ ഡിസ്ട്രപ്റ്റീവ് എനർജി. പാർട്ടിക്ക് ഒരു ഡിസ്ട്രപ്റ്റീവ് എനർജി വേണം. പോസിറ്റീവ് സെൻസിൽ ഒരു കാര്യം പറയാണ്. പിന്നെ പറയാണ് മിസ്റ്റർ ഗാർഗെ എംബോഡി സ്റ്റെബിലിറ്റി അറ്റ് ദ കോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ചിലവിൽ. അപ്പോൾ എന്തോ നഷ്ടപ്പെടുത്തിക്കൊണ്ട് എന്നാണ് അർത്ഥം. ദാറ്റ് മീൻസ് ഇറ്റ്സ് നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവായ ഒരു കാര്യം പറയുമ്പോൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കാര്യങ്ങൾ കമ്പൈൻ ചെയ്യുമ്പോൾ ബട്ട് ഇട്ട് കൊടുക്കണം കോൺട്രഡിക്ടറി ഫാക്ടറിലെ. ബട്ട് മിസ്റ്റർ ഗാർഗെ എംബോഡി സ്റ്റെബിലിറ്റി അറ്റ് ദ കോസ്റ്റ് ഓഫ് ഡൈനമിസം. ഇന്നത്തെ ക്വസ്റ്റൻ ഇതാണ്. മിസ് ട്രസ്റ്റ് ക്വിറ്റ് 47 days after entering Downing Street, the shortest ever time that a British Prime Minister served. സോ സിമ്പിൾ. നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കത്താനുള്ള ചാൻസ് ഉണ്ട്. ലുക്ക് അറ്റ് ദ സെൻറ്റൻസ്, സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് ആൻസർ എനിക്ക് കോമൻറ്റ് സെക്ഷൻ തരാം. ഓക്കെ, സോ ഇന്ന് രാത്രി 10:15 നമുക്ക് SSCയുടെ സെഷനുമായിട്ട് കാണാം. നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. KPSC ഷോർട്ട് സെലക്ഷൻ, അതുപോലെ Attendant 24/7 കേരള സെൻട്രൽ എക്സാംസ് ടെലിഗ്രാം ചാനൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. അപ്പോൾ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ ആൻസേഴ്സ് ഇടുക, സജഷൻസ് ഉണ്ടെങ്കിൽ പങ്കുവെക്കാം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ടാറ്റ, ടേക്ക് കെയർ, ഹാവ് എ വണ്ടർഫുൾ ഡേ.